ഇനി ഞാൻ വേറൊരു മൗലവിയുടെ കഥ പറയാം. ആ മൗലവിക്ക് എന്താ ഇതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ അതിപ്പോ പറയുക. എന്താ പറയുക, അബുൽ കലാം കാസിമിയോ, ആ കാസിമി എന്തോ പറഞ്ഞു. അതായത് റസൂലുള്ളാഹി തങ്ങൾ മൂപ്പര് മതം മാറാനുള്ള കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ സമസ്തന്റെ പുസ്തകത്തിലും ദക്ഷിണന്റെ പുസ്തകത്തിലും ഒക്കെ ഉള്ളത് എന്താ, ലോകത്ത് ആദ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാകുന്നു എന്നതാണ്. നമ്മള് മങ്കൂസ് മൗലിദിലൊക്കെ പറഞ്ഞില്ലേ, സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി അബറ നബിയിൽ ഹുദാ വഅൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. ഈ ആശയം മൗലിദിലുണ്ട്, അത് സമസ്തയുടെ ബുക്കിലുണ്ട്, അതുപോലെ ദക്ഷിണന്റെ ബുക്കിലുണ്ട് എന്നയാൾ പറയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മതം മാറിയത്. അത് ശരിയല്ല മൂപ്പര് പറയട്ടെ, വെച്ചുകൊടുക്ക്. ഒരു പുസ്തകത്തിൽ കാണാൻ 2ാം ക്ലാസ്സിലെ ഈ ലോകത്ത് ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് ദക്ഷിണ പ്രകാശത്തെയാണ്. നിങ്ങൾ സമസ്തയിൽ കാണാൻ സാധ്യതയുണ്ട്. ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന 4700 ഹദീസിൽ കാണുമ്പോൾ അള്ളാഹു ഏറ്റവും ആദ്യമായി സൃഷ്ടിച്ചത് പേനയാണ്. എന്താ വിഷയം? അവ്വലു മാ ഖലഖല്ലാഹു അൽ ഖലമു. ഖലം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഒരു വലിയ സൃഷ്ടി. ആ കലമിനെയാണ് അള്ളാഹു ആദ്യം പടച്ചത് എന്ന് ഒരു ഹദീസിൽ കാണാം. വേറൊരു ഹദീസിൽ അർശാണെന്ന് കാണാം. അങ്ങനെ പലതുണ്ട്. വേറൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയെ അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹുല്ലാഹ്, അല്ലാഹു സൃഷ്ടിച്ച ആദ്യ വസ്തു എന്താണ് നബിയെ, തങ്ങളൊന്ന് പറഞ്ഞു തരണം നബിയെ എന്ന് ചോദ്യമാണ്. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറയുന്നു, ഹുവ നൂറു നബിയിക യാ ജാബിർ ഖാല റസൂലുള്ളാഹി, ജാബിറേ അത് അല്ലാഹു നിന്റെ പ്രവാചകനായ എന്റെ നൂറിനെയാണ് അല്ലാഹു ആദ്യം സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രവാചകന്റെ പ്രകാശം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അത് സമ്പൂർണ്ണമല്ല. എന്നാൽ വിരിക്കട്ടെ, ആ നൂറിനെയാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത്. പണ്ഡിതന്മാർ ഇത് ചർച്ച ചെയ്തു. അപ്പൊ ഒരുപാട് ആദ്യം സൃഷ്ടിച്ച വസ്തു ഇതാണ് അതാണ് എന്ന് വ്യത്യസ്ത റിവായത്തുകളുണ്ടല്ലോ. പണ്ഡിതന്മാർ അതിനെ ജംബ് ചെയ്തു. ഒരുപാട് പണ്ഡിതന്മാർ, 1, 2, 10 അല്ല. അവർ പറഞ്ഞു അത് അലൽ ഇത്റാഖ് ഏറ്റവും ആദ്യം റസൂലുള്ളാഹിന്റെ നൂറ് തന്നെ. പിന്നെ മറ്റതൊക്കെ ആദ്യത്തിലാണെന്ന് പറഞ്ഞാൽ അത് ഇറാദിയായ നൂറാണ്. ഇതിലേക്ക് ചേർത്തിയിട്ട് ആദ്യം വന്നത് ഇവരാണ്. അപ്പൊ നമ്മൾ പറയും ഇവിടെ ഞാനാണ് ആദ്യം വന്നതെന്ന് മാറാമേഖല ഉസ്താദിന് പറയാം. അതിന്റെ അർത്ഥം എന്താ? വേറെ നിങ്ങളൊക്കെ ഇതിന്റെ മുമ്പ് ഉസ്താദ് ഇവിടെ എത്തിയത് അല്ല, ഞാൻ എത്തുന്നതിന് മുമ്പ് ഉസ്താദ് എത്തിയത്. ഈ അർത്ഥത്തിന് ഞാനാണ് ആദ്യം വന്നതെന്ന് പറയും. എന്നതുപോലെ അതിന് ഇവാഫിയായ, നിങ്ങൾക്ക് എന്ത് ഇവാഫിയല്ലേ, അത് തിരികെ പിന്നെ നിങ്ങൾ മുജാഹിദാവോ ഏതാവട്ടെ, അങ്ങനെ ഇവാഫിയായ ഒരർത്ഥം അതിനുണ്ട്. സഹോദരന്മാരെ, ഈ അർത്ഥത്തിലാണ് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പൊ റസൂലുള്ളാഹിന്റെ നൂറാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് എന്ന് ഹദീസിൽ ഉള്ളത് കൊണ്ട് അല്ല, സമസ്തയുടെ ബുക്കിലും മറ്റും ഉള്ളത് കൊണ്ട് ഇയാള് മുജാഹിദായിന. നാൾക്ക് തിരിച്ചു വരാൻ സമയമായില്ലേ? കാരണം ഹാഫിദ് അബ്ദുർ റസാഖ് ഹിജ്റ 211 ഞാൻ ഓർക്കുന്നു വഫാത്തായ മഹാപണ്ഡിതൻ, ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ ഉസ്താദായിട്ടുള്ള പണ്ഡിതൻ, അവരുടെ കിതാബുൽ മുസന്നഫ് എന്ന ഗ്രന്ഥത്തിൽ അത് കാണാം. ഇന്ന് വിപണിയിലുള്ള ചില മുസന്നഫുകളിൽ അത് കാണുന്നില്ല. അപ്പൊ മുജാഹിദ് പറയും അങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ല. സഹോദരന്മാരെ, ആ ഹദീസ് ഉള്ള മുസന്നഫ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഇന്ന് വിപണിയിലുണ്ട്. മുജാഹിദുകളുമായി ഞാൻ ഇത് ചാലിയത്ത് വെച്ച് പ്രസംഗിച്ചപ്പോ ആ ഗ്രന്ഥത്തെ ചോദ്യം ചെയ്തു ആര്? അരീഫ കായക്കൊടി മൗലവി. അയാൾ പറഞ്ഞു അങ്ങനെ ഒരു കിതാബുണ്ടോ, ആരാണത് പ്രസിദ്ധീകരിച്ചത്, എവിടെന്താ പ്രസിദ്ധീകരിച്ചത്, ആരാധന? ഇങ്ങനെ ഭയങ്കര ചോദ്യമാണ് ചോദിച്ചു മുമ്പ്. ഞാൻ ഓരോന്നിനും മറുപടിയാണ് പറഞ്ഞു. അപ്പൊ അയാൾ പിന്നെ അന്ന് പോയതാ. അത് ഞങ്ങൾ കണ്ടോളൂ, ആ ചോദ്യ ഉത്തരവുകളൊന്ന് കണ്ടോളൂ. ഇവര് പറയും ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല. അങ്ങനെ ഒരു ഹദീസുണ്ട്. ആ ഹദീസുള്ള മുസന്നഫിന് വിപണിയിലുണ്ട്. ആ ഹദീസ് എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചു, എങ്ങനെ ഉണ്ടായി? അനീഫ കായക്കൊടി ചോദിക്കുന്നു, ഞാൻ മറുപടിയും പറയുന്നു. അതൊന്ന് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറുമായി ബന്ധപ്പെട്ട് അതാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഉയർത്തിക്കാണിക്കുമെന്ന്. പക്ഷേ വെല്ലുവിളിക്കുന്നു വിചാരിയത്ത് വെച്ച് നിങ്ങളുടെ പ്രസംഗിക്കുന്നുവെങ്കിൽ സഖാഫിമാര് മറുപടി പറയണം. ആരാണ് ആ മുസന്നഫ് അബ്ദുർ റസാഖ് പുറത്തിറക്കിയത്? ജുസൂൽ മഫ്ഖൂദ് എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ, മുസന്നഫ് അബ്ദുർ റസാഖിൽ നിന്ന് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ എന്ന് പറഞ്ഞ് ആ ഉണ്ടാക്കിയ പുസ്തകം അതാരാ പുറത്തിറക്കിയത്? ആരാ അതിനെ അവതാരിക എഴുതിയത്? എവിടെ നിന്നാ അത് പുറത്തിറങ്ങിയത്? എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്?
ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കണോ ഒരു കിതാബ്? അത് ചോദിച്ചിട്ട് ഇതൊക്കെ ചോദിക്കണമെന്ന് സക്കാമി ചോദിച്ചാൽ അപ്പൊ അതിന്റെ മറുപടി ഞാൻ പറയാം. അതിന്റെ മറുപടി നമ്മളെ ഉള്ളതുകൊണ്ടാണ്. നമ്മളൊക്കെ ഒരു മറുപടിയെങ്കിലും ഉണ്ടായല്ലോ, അൽഹംദുലില്ലാഹ്. വലിയ സന്തോഷം തന്നെ. എനിക്ക് അതിന് വലിയ താല്പര്യമുണ്ട്. എന്നാൽ അടുത്ത പ്രാവശ്യങ്ങൾ ആ മറുപടി ഒന്ന് പറയണം. എനിക്ക് അത്രേ പറയേണ്ടതുള്ളൂ. വലിയ വായിൽ മൂപ്പരെ വെല്ലുവിളിയാണ് ഇപ്പോ. ഓരോടത് കണ്ടുപിടിച്ചത്, ഓരോടത് പ്രസിദ്ധീകരിച്ചത്. എന്നാ ഞാൻ ഓരോന്നിനും മറുപടി പറയാം. വെക്ക് ഓരോ ചോദ്യം കിട്ടാബെടുക്ക്. മറുപടി പറയണം. മറുപടി പറയുന്നു അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു മാനി അൽ ഹുമൈരി, അതായത് ദുബൈയിലെ ഔഖാഫിന്റെ ഇസ്ലാമിക് മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറായിരുന്ന വിശ്രുത പണ്ഡിതനാണ്. അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാഹ് എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹമാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. ചോദ്യം വരട്ടെ, ഒന്നാം ചോദ്യത്തിന്റെ മറുപടി. അതിന് അവതാരിക എഴുതിയത് കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അവതാരിക എഴുതിയ ആള് ദുക്തൂർ അൽ മുഹദ്ദിസ് മഹ്മൂദ് സഈദ് മംദൂഹ് അൽ മിസ്രി അശ്ശാഫഈ. രണ്ടാം ചോദ്യത്തിന്റെ മറുപടി അടുത്ത ചോദ്യം ചോദിക്കേ. എവിടെ നിന്നാണ് പുറത്തിറങ്ങിയത്? പുറത്തിറങ്ങിയാൽ ദുബൈയിൽ നിന്നാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത്. ചോദിക്ക. എവിടെ നിന്നാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഇന്ത്യയിൽ നിന്നാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്. സയ്യിദ് മുഹമ്മദ് അമീൻ ബറക്കാത്തി അൽ ഖാദിരി എന്നിവരിൽ നിന്നാണ് അത് കിട്ടിയത്. പറയൂ. ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? 933 റമളാൻ 9 തിങ്കളാഴ്ച ദിവസമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി ആ കയ്യെഴുത്ത് പ്രതിയിൽ നിന്ന് വിരമിച്ചത്. ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? അത് ഇമാം ഖസ്സലാനിയും ഇമാം സുയൂത്തിയും ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയും ഒക്കെ അവലംബിച്ച ഏത് കയ്യെഴുത്ത് പ്രതിയാണോ അതേ പ്രതിയിൽ നിന്നാണ് ഇവരും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പറഞ്ഞ മറുപടി എനിക്കൊന്ന് കേൾക്കണം. ഹനീഫ കായക്കൊടിക്ക് ഞാൻ മറുപടി കൊടുത്തു. മൂപ്പര് അന്നാണ് പോയതാ പഞ്ചാബിക്ക്, പിന്നെ ഇതുവരെ കേരളത്തിലില്ല. അതല്ലേ ആള് പഞ്ചാബിലാണ് ഇപ്പോ ഇവിടെ ഇല്ല. അപ്പൊ അതാ ഞാൻ പറയുന്നത് സഹോദരന്മാരെ, അതിന്റെ പേരിൽ മുജാഹിദാവണോ? ഇല്ലല്ലോ, ഹരീസ് നിലവിലുള്ളതല്ലേ. അപ്പൊ അങ്ങനെ അതിന്റെ പേരിൽ മുജാഹിദായിട്ടുള്ളവരുണ്ടെങ്കിൽ തിരിച്ചു വരാൻ സമയമായി. ഇനി സഹോദരന്മാരെ, 10 കൊല്ലം മുമ്പ് മുജാഹിദായ ഒരാളാണ് ലബ്ബദാരിമി. ഈയിടെയായി അദ്ദേഹവുമായി ഒരു വാദപ്രതിവാദമൊക്കെ നടന്നിരുന്നു. ആ ലബ്ബദാരിമി എന്ന് പറയുന്ന മൗലവിയുണ്ട്. അയാള് മുജാഹിദാവാനുള്ള പ്രധാന കാരണം എന്താ? അയാൾ പറയുന്നു മൂപ്പര് ഇസ്തിഗാസയാണ് മൂപ്പർക്ക് പ്രധാന വിഷയം. ഇസ്തിഗാസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കാമോ, സ്വർഗം ചോദിക്കാമോ തുടങ്ങിയ കാര്യങ്ങളാ. മൂപ്പരെന്നെ പറയുന്നു റസൂലുള്ളാഹി തങ്ങൾ മറ്റൊരാളോടും സഹായം ചോദിച്ചിട്ടില്ല. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന് സുന്നികൾ പറയുന്നതാണ്. അത് ശരിയല്ല എന്നൊക്കെ അയാൾ പറയുന്നത് കേട്ടോളൂ. റസൂല് സൃഷ്ടിയോട് സഹായം തേടിയിട്ടില്ലെന്ന് പറയുന്ന അതേ നാം കൊണ്ട് തന്നെ ഇവിടെ മരിച്ചുപോയ മഹാത്മാക്കളാണ് സൃഷ്ടിയോട് സഹായം ചോദിക്കാമെന്ന് തെളിവുദ്ധരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് തന്നെ മൂസാ അലൈഹിസ്സലാമിനോട് സഹായം ചോദിച്ചു എന്ന് വാദിച്ചതാണ്. അതുകൊണ്ട് കെലിമാത്തില്ലാഹി താമ്മാത്തിൻ തെളിവാക്കുന്നത് കെലിമാത്തേന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാക്കളാണ്. അള്ളാഹുവിന്റെ ആത്മാക്കളോട് സഹായം ചോദിച്ചു എന്ന് തെളിവുദ്ധരിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് മരിച്ചുപോയ ആരോടും മഹാത്മാക്കളോട് സഹായം തേടിയിട്ടില്ല. കണ്ടോ, തേടിയിട്ടില്ല. ഉണ്ട്, തേടിയിട്ടുണ്ട് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ള പറയുന്നു. ഞങ്ങൾ കിതാബിലുള്ളതാണ് പറയുന്നത്. ഇമാം റാസി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ഫഖൗലുഹു അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ റസൂൽ താമായ കലിമാത്തുകളോട് കാവൽ ചോദിച്ചു എന്നാണ്. എന്താണ് അതിന്റെ ഉദ്ദേശം? അത് ഇസ്തിആദത്തും മിനൽ അർവാഹിൽ ബസരിയത്തി ബിൽ അർവാഹിൽ ആലിയത്തിൽ മുഖദ്ദസത്തി ത്വാഹിറത്തി ത്വയ്യിബത്തി ഫീ ദഫഇ ശുറൂരിൽ അർവാഹിൽ ഖബീസത്തി ദുൽമാനിയത്തിൽ കബറാ. ഇമാം റാസി റഹിമഹുള്ള പറയുന്നു, മനുഷ്യാത്മാക്കളുടെ ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ മോശപ്പെട്ട ആത്മാക്കളുടെ ചീത്ത പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഉന്നതന്മാരായ മഹാത്മാക്കളോട് കാവൽ തേടുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ള രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ അതില്ലാന്ന് പറഞ്ഞത് ശരിയല്ല.
കിതാബിൽ അതുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ മുജാഹിദായിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് തിരിച്ചു വരാൻ സമയമായി. പിന്നെ മൂപ്പര് പറഞ്ഞൊരു കാരണം, മൂപ്പര് മുജാഹിദാവാനുള്ള മറ്റൊരു കാരണം, മാളിയേക്കൽ സുലൈമാൻ സഖാഫിയുടെ പുസ്തകമുണ്ട്. എന്റെ സുഹൃത്ത് അദ്ദേഹം എഴുതിയ സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തിൽ ഒരായത്തില് ഹറക്കത്ത് തെറ്റിപ്പോയി. എന്താ? വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബുർ റഹീമാ എന്ന് പറയേണ്ടടുത്ത് വസ്തഗ്ഫറ ലഹുമുർ റസൂല എന്ന വമ്മ് ഫത്ഹ് ആയി, ഹർക്കത്ത് മാറിയതാണ്. സഹോദരന്മാരെ, അതിന്റെ പേരിൽ ഇയാൾ പറയാ ഖുർആൻ തിരുമറി നടത്തിന. അത് വലിയ ജൂതന്മാരെ വരെ തോൽപ്പിച്ച പരിപാടിയാണ്. അയാൾ പറയുന്നത് കേട്ടോളൂ. അത് അടുത്ത അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്തിനെ അവർ മാറ്റിമാക്കിയവരെത്തി ഉപാധിയാരെ പോലും ചെയ്യാത്ത പണി ഈ കടുത്ത വരാലത്ത് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി എന്ത് വരാലത്ത് അള്ളാഹുവെ എനിക്ക് നീ കൊടുക്കണേ. അത് വേറൊരു മൗലവിയും വ്യക്തമായി പറയുന്നുണ്ട്. അയാൾ മുജാഹിദാവാനുള്ള കാരണം ജിദ്ദയിലുള്ള ഒരു മൗലവിയാ, അയാൾ വേറുതാരിമിയ. അയാൾ പറയുന്നത് സുലൈമാൻ സഖാഫിന്റെ പുസ്തകത്തിൽ ഈ ഹറക്കത്ത് മാറിയത് കൊണ്ടാണ് മൂപ്പര് മുജാഹിദായത്. സുബ്ഹാനല്ലാഹ്. എന്നാ ഇത് നിങ്ങളുടെ തിരിച്ചു വരാൻ ഞാൻ ആയത്ത് ഒന്നാകെ മാറ്റിച്ചത് മുജാഹിദ് മാറ്റിച്ചത് കാണിച്ചു തരാം, കേട്ടോളൂ. മുജാഹിദിന്റെ ബാലുശ്ശേരി പറയട്ടെ എന്താ അയാൾ പറയുന്നത്. ഖുർആനിൽ ഒരായത്തിൽ 2 തെറ്റ്. എത്ര വലിയ തെറ്റ് എന്ന് അറിയാം. يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا എന്ന അൽ കഹ്ഫിലുള്ള ആയത്താണ് നമുക്ക് എല്ലാവർക്കും മനപ്പാടാ. ആ ആയത്ത് ഓതുന്നിടത്ത് അയാള് മനപ്പാടം ഓതല്ല. നമ്മളൊക്കെ ചിലപ്പോൾ, ഞാനല്ല എല്ലാ മൗലവിമാർക്കും ചിലപ്പോൾ തെറ്റുപറ്റും. ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു തെറ്റൊക്കെ പറ്റും, സ്വാഭാവികമാണ്, വാക്കിലല്ലേ. ഇത് അയാളെന്ന് വെച്ച് മുസ്ഹഫ് നോക്കിയിട്ട് ഈ കക്ഷി ഓതുകയാണ്. ഓതുമ്പോ 2 തെറ്റ്. ഏതാ? ഒന്നെന്താ? വലാ തഴുതു അയിനാക്കാനും എന്ന് പറഞ്ഞെടുത്ത് വല അമ്മി കൊണ്ടുപോയിട്ടുള്ള മാതിരിയാണ് മുമ്പ് ചേർത്ത്. വലാ തഴുതു അയിനാക്കാനും ഒരു തെറ്റ്. അവിടെ വലാ തഴുതു മുമ്പ് ആവർത്തിച്ചു പറയുന്നു. പിന്നെട്ടോ വലാ തഴുതു അയിനാക്കാനും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ, തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ, ഭൗതികതയുടെ അലങ്കാരത്തെ നീ ഉദ്ദേശിച്ചുകൊണ്ട് ഖുർആനിലുള്ളത്. തുരീദു സീനത്തൽ. മൂപ്പര് ഖുർആൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പലവട്ടം ആവർത്തിച്ചു പറയാം, തുരീദൂന സീനത്തൽ ഹയാത്തി ദുനിയ, തുരീദൂന സീനത്തൽ ഹയാത്തി ദുനിയ. തുരീദു ഉള്ളത് മാലിയേക്ക് ഹറക്കത്ത് ഒരു റസൂലു എന്നുള്ളത് ഇല്ലാതെ പ്രിന്റ് ചെയ്തെടുത്തിട്ടുള്ള മിസ്റ്റേക്കാണ്, എല്ലാവർക്കും പറ്റും. ഇയാള് ഒരു വമ്മു ഹർക്കത്തും പത്രമൊന്നുമല്ല, 2 അക്ഷരം തന്നെ. ആദ്യത്തോടത്തും 2 അക്ഷരം, ഇവിടെയും 2 അക്ഷരം തന്നെ മാറ്റി മറിക്കുക. കേട്ടോളൂ ബാലുശ്ശേരിയുടെ പ്രസംഗം വെച്ചുകൊടുക്കുക. നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, വളരെ ശക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹു റസൂലിനെ വിളിച്ചു പറയാ തസ്ബിർ. ചെങ്ങായിമാരെ ഈ പറയുന്നങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. തുരീദൂന ഖുർആനിന്റെ പച്ചയായി നോക്കിയിട്ടാണല്ലോ ഓതുന്നത്. നോക്കിങ്ങൾ. അപ്പൊ ഇയാൾക്ക് നേരത്തെ അബൂബക്കർ മൗലവി പറഞ്ഞ ഒന്നുകൂടി എനിക്ക് സ്പഷ്ടമാകാണ്, ഇവർക്ക് നോക്കി ഓതാൻ അറിയില്ലാന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മക്കത് പറഞ്ഞ അത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പൊ അത് നേരിട്ട് തന്നെ നമ്മൾ കണ്ടല്ലോ. വലിയ മൗലവിമാരുടെ അവസ്ഥ ഇപ്പൊ അത്. പിന്നെ വേറുള്ള കഥ പറയണോ? ഖുർആൻ നോക്കിയിട്ട് നുണ ഓതുക. തുരീദൂന സീനത്തൽ ഹയാത്തി ദുനിയ. അപ്പൊ മാളിയേക്കലിന്റെ പുസ്തകത്തിൽ ഒരു വമ്പ് പോയി ഫത്ഹായതിന്റെ പേരിൽ മുജാഹിദായെങ്കിൽ നിങ്ങൾ 2 വട്ടം ശൂന്യാകാനുള്ള സമയമായി. കാരണം എന്താ? അത്രയ്ക്ക് വലിയ തിരുമറിയല്ലേ ഇവിടെ നടന്നത്. സഹോദരന്മാരെ, ഖുർആനിലല്ലേ നോക്കിയിട്ട് ഓതിയുമ്പോഴുള്ള ധാരാളം, പ്രിന്റിംഗ് മിസ്റ്റേക്ക് അല്ലല്ലോ. ഞാൻ പറയുന്നത് സഹോദരന്മാരെ, ഇതാണ് അയാള് മുജാഹിദാവാനുള്ള കാരണം. അപ്പൊ അതിന്റെ പേരിൽ മുജാഹിദാവണ്ട. പിന്നെ അയാളെ വളരെ മുജാഹിദിലേക്ക് ആകർഷിപ്പിച്ച ഒരു സംഗതി ഉണ്ട്, എല്ലാവരും മനസ്സിലാക്കേണ്ടതാ. എന്താ? മൂപ്പൊരു വെല്ലുവിളിക്കാൻ ലബ്ബദാരിമി. എന്താണെന്നറിയോ? അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുജാഹിദ് സമ്മേളനങ്ങൾക്ക് സമാനമായി ഒരു സമ്മേളനം ഉണ്ടാക്കാൻ സുന്നികൾക്ക് കഴിയോ? കഴിയില്ല. എന്താ വെല്ലുവിളി? ശരി തന്നെയല്ലത് അല്ലേ? നിങ്ങൾക്ക് സംശയമുണ്ടോ? എനിക്ക് സംശയമില്ല, നമ്മൾ കഴിയൂല, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. അതെന്താ? അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആരെയാണ് വെല്ലുവിളി കേൾക്കി. സമ്മേളനങ്ങൾക്ക് സമാനമായി
ഒരു സമ്മേളനം നടത്താൻ അവർക്ക് സാധ്യമല്ല. നടത്തുന്ന സമ്മേളനങ്ങൾക്ക് സമാനമായി ഒരു സമ്മേളനം നടത്താൻ അവർക്ക് സാധ്യമല്ല. അങ്ങനെ ഒരു സമ്മേളനം നടത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. കാരണം മുജാഹിദ് സമ്മേളനത്തിന്റെ അവസ്ഥ എന്താ കണ്ടോളി, അത് നാട്ടിൽ കാണിച്ചു തരാം. വെച്ചുകൊടുക്ക്. ലേഡീസ് എഴുതിയിട്ടുണ്ടാവും, അതിന്റെ അർത്ഥം ആണുങ്ങൾ എന്നല്ല സ്ത്രീകൾ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ കുറെ ലേഡീസ് അല്ലാത്ത താടി വെച്ച ലേഡീസിനെ കാണാം, അത് നിങ്ങൾ അന്തം വിടരുത്. മുജാഹിദ് സമ്മേളനത്തിന്റെ സ്പെഷ്യലാണ്. ലേഡീസ് ലേഡീസുകൾ കാണുന്നുണ്ടോ താടി വെച്ച കുറെ ലേഡീസിനെ? അതാണ് താടി വെച്ച ലേഡീസ്. അത് 2-3 പേരും കാണിച്ചു കൊടുക്കും. ആണും പെണ്ണും പൂളി ഇറച്ചിയും നേരത്തെ പറഞ്ഞതേ ആ രൂപത്തിലുള്ള കലശി വെച്ചുകൊടുക്കും, എല്ലാം വെച്ചുകൊടുക്കും, ഓരോന്ന് എല്ലാവരും കാണും. എല്ലാവരും സമ്മേളനമാണത്. ഇങ്ങനൊരു സമ്മേളനം അബൂബക്കർ പറഞ്ഞല്ലോ, ഏത് പിന്നെ നിളാനദിയുടെ ആ വെള്ളത്തിനും മണൽത്തരികൾക്കും 1000 നാക്കുകളുണ്ടെങ്കിൽ അതിന് പറയാനുള്ള കഥ കുറച്ചൊന്നുമല്ല ഉണ്ടാകുക എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, അതാ പരാവസ്ഥ. നോക്കണം നിങ്ങൾ. ഇതാ ഇവിടെ സമ്മേളനം. ഈ ജാതി സമ്മേളനം നമുക്ക് നടത്താൻ കഴിയുമോ? കഴിയില്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്, യാതൊരു സംശയമില്ല. അങ്ങനത്തെ സമ്മേളനങ്ങൾ വെല്ലുവിളിക്കാതെ ഞങ്ങൾ തോറ്റ് തൊപ്പിടും. ജമാഅത്ത് ഇസ്ലാമി ചോദിക്കാം, നിളാനദിയിൽ സ്ത്രീകളെ ഞങ്ങൾ നടത്തിയത് പോലെ വനിതാ സമ്മേളനം നടത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കില്ലാതെ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ കുറച്ചൊക്കെ ഇതൊക്കെ ഖുർആനും സുന്നത്തൊക്കെ പഠിച്ച് അതനുസരിച്ച് ജീവിക്കണം എന്ന് കരുതുന്ന ആളുകളാണ്. ഇത് പറയുമ്പോൾ ഇനി മുജാഹിദ് പട്ടാമ്പി നേർച്ചേറ്റ് വരും. നിങ്ങൾ ഞാൻ സംശയിക്കേണ്ട. പട്ടാമ്പി നേർച്ച, മറ്റേ നേർച്ച, അങ്ങനെ കുറെ അതൊന്നും കൂടി കൊണ്ടുവരണ്ട. അത്തരം അനാചാരങ്ങളൊക്കെ ശരിയല്ലെന്നും അത് തെറ്റാണെന്നും ഹറാമാണെന്നും പ്രഖ്യാപിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങളെ മാതിരി സ്ത്രീകളെ ഇതിന് വിളിച്ചു കൂട്ടുന്നവരല്ല. എന്നിട്ട് ആ പട്ടാമ്പി നേർച്ചന്റെ കഥയത്തുകൾ വരണ്ട. ആ ജാതി ഒന്നും ജാതി പല്ലപ്പുഴയിലെ ജനങ്ങളെ പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്ന അഡ്വൻസായി ഞാൻ പറഞ്ഞു വെക്കുക. പിന്നെ അതിന്റെ പേരിൽ മുജാഹിദാണ്ടല്ലോ. പട്ടാമ്പി നേർച്ച എന്താ ഞാൻ മുജാഹിദായെന്ന് പറയാൻ നിൽക്കണ്ട, അതിന്റെ പേരിൽ മുജാഹിദാവണ്ട. അപ്പൊ സഹോദരന്മാര്, ലബ്ബാദാരിമിയുടെ മറുപടിയുടെ അവസാന അയാൾ പറഞ്ഞ മുജാഹിദാവാനുള്ള കാരണമാണ്. ഇനി നിങ്ങൾ നോക്ക്, വേറൊരു മൗലവിണ്ട്. അതാരാ? ബഷീർ ദാരിമി. ബഷീർ ദാരിമി മുജാഹിദാവാനുള്ള കാരണം എന്താ? ഞാൻ വിശദീകരിക്കുന്നില്ല. അയാൾ പറയുന്നത് ശാഫി മദ്ഹബിന്റെ കിതാബ് നോക്കിയാൽ എല്ലാവരും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ആള് പറയട്ടെ. ഷാഫി മദ്ഹബിന്റെ കിതാബ് നോക്കിയാൽ എല്ലാവരും മുജാഹിദിലേക്ക് വരും. വേറൊരു മൗലവിയുണ്ട്, മുഹമ്മദ് ആലിമി ഉളവട്ടൂർ. മൂപ്പരും പറഞ്ഞത് തന്നെ, നിങ്ങൾ ഷാഫി മദ്ഹബിന്റെ കിതാബ് ഒന്ന് ശരിക്കും നോക്കണ്ടേ. 10 കിതാബ്, ഫത്ഹുൽ മുഈന്, അതൊക്കെ നോക്കിയാൽ ഞങ്ങൾ പറഞ്ഞ ആശയമുള്ളത്. ഉദാഹരണം മൂപ്പർ പറയാം, നിസ്കരിക്കുമ്പോ കൈ കെട്ടേണ്ടത് അത് നെഞ്ചിന്റെ മുകളിലാണ് എന്ന് 10 കിതാബിൽ വരെയുണ്ട്. കേട്ടോളൂ നിങ്ങൾ അയാൾ പറയുന്നത്. ശരിക്കും ബുദ്ധിയൊരു പണയം പറഞ്ഞാല് ഷാഫി മദ്ഹബിന്റെ കിതാബുകൾ പരിശോധിച്ചാൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനമായുള്ള പ്രാതിനിധ്യ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ യാതൊരു പ്രയാസമില്ല. ഷാഫി മദ്ഹബിന്റെ കിതാബുകൾ ഇവിടെ ഇഷ്ടംപോലെ കിതാബ് ഞാൻ കൂടുതൽ പറയുന്നില്ല. അത് പറയുമ്പോൾ ഒരേ സമയം കിട്ടും. എല്ലാം നാട്ടിൽ പോലെ മുകളിൽ കടവിൽ മോഡലുകൾ ഇതൊക്കെ പരിശോധിച്ചാൽ ശരിക്കും ഒരാളുകൾ പരിപാടി കേൾക്കുന്നുണ്ടാവും. ഇവിടെ മുസ്ലിങ്ങളുണ്ടാവും. ഒന്നും വേണ്ട, നമ്മുടെ 10 കിതാബുണ്ടല്ലോ, 10 കിതാബ് എല്ലാവരും പറയാൻ പഴയ വേഷന്മാരുടെ വല്ലത്തോടുണ്ടാവുന്ന 10 കിതാബ്. ആ കിതാബ് ഞങ്ങളുടെ പള്ളിയിൽ പോയിട്ട് ശരിക്കും മനസ്സിൽ ശരിക്കും ശുദ്ധമായിട്ട് ഏറ്റിയോ ഈക്കെ എഴുതിയോ ഒന്നും ചാടിയാതെ അതൊന്ന് വാങ്ങിച്ചു കൊടുക്കണം. കുറച്ച് ആൾക്കാരില്ല, കുറച്ച് ആൾക്കാരായ ആളുകൾ ആ 10 കിതാബ് ഉപയോഗിക്കാൻ മതി. നിസ്കാരത്തിൽ എവിടെ കൈ കണ്ടില്ല രീതിയിൽ ശരിക്കും വ്യക്തമായി മനസ്സിലാക്കുന്നത്. ഇത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും പക്ഷെ ആളുകൾ ശ്രദ്ധിക്കില്ല. കാരണം പോലീസുകാരെ കിതാബ് കേട്ടില്ല. 10 കിതാബ് ഫത്ഹുൽ മുഈൻ ഇതൊക്കെ നോക്കിയാൽ തന്നെ അറിയാം
കൈ കെട്ടവിടെ കെട്ടടിയില്ല, സ്വതിരിഹി നെഞ്ചിലാണെന്ന് കാണാം. ഞാൻ പോരുമ്പോ ഒരു 10 കിതാബ് എടുത്തു. ഇപ്പൊ എന്താ അതിന്റെ യാഥാർത്ഥ്യം തരുന്നില്ല. അപ്പൊ ഒരു 10 കിതാബ് വാങ്ങി. 10 കിതാബിൽ ഹാദിഹി അശറത്ത് കുത്തുബ്, പുതിയ പ്രിന്റ. ആ 10 കിതാബ് നോക്കിയപ്പോ ഞാനിങ്ങനെ നോക്കി ഇതിലെവിടെയുള്ളത്. അപ്പൊ ഇതിന്റെ 9ാം പേജിൽ നോക്കി. 10 കിതാബിൽ 10 കിതാബാണോ? അതിൽ ഒരു കിതാബ്, 1ാമത്തെ കിതാബ് തന്നെ നോക്കിയപ്പോ അതിൽ കാണുന്നത് എന്താ? കൈ വെക്കേണ്ടത് എവിടെയാണ്? വലത്തെ കൈയിനെ പിടിക്കണം, യസാരിഹി ഇടത്തെ കൈയിന്റെ മണിബന്ധത്തെ പിടിക്കണം. എവിടെ? എന്നിട്ട് എവിടെ വെക്കണം? വെക്കണം എവിടെ വെക്കണം? തഹ്ത നെഞ്ചിന്റെ താഴെ വെക്കണം. 10 കിതാബിൽ നേരെ മറിച്ചാണ് എന്ന് കരുതിയിട്ട് ആ സാധു മുജാഹിദായത്. എന്നാ നമുക്ക് അയാൾക്ക് ഇതൊന്ന് ഫാക്ട് ചെയ്ത് കൊടുത്ത് ആളെ വേഗം ചിന്തിക്ക് രക്ഷപ്പെടുത്തിക്കൂടെ? ആ ഏടാക്കൂടുന്നത് കേസിലായിക്കൂടെ? ഇതിന്റെ പേരിൽ മുജാഹിദാവണോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 10 കിതാബിലുള്ളത് എന്താ? തഹ്തസ്വദിനി എന്നാ. കഴിഞ്ഞില്ല. 10 കിതാബിന്റെ ഒരു കിതാബിലുള്ളതപ്പോ ഞാൻ പറഞ്ഞത്. ഇനി വേറൊരു കിതാബ് നോക്കിക്കോളൂ. ഇതിന്റെ 27ാമത്തെ പേജിൽ കാണാ. അതിലെന്താ പറഞ്ഞത് കണ്ടോ? എവിടെ വെക്കണം? എവിടെയാണ് വെക്കേണ്ടത്? കൈ വെക്കുമ്പോ എവിടെ വെക്കണം? ഇതിന്റെ 27ാമത്തെ പേജിൽ പറയുന്നു, ആ കൈ വെക്കേണ്ടത് അവൻ നെഞ്ചിന്റെ താഴെ, പൊക്കിളിന്റെ മീതെ. 2ാമത്തെ കിതാബിലും പറഞ്ഞത് അങ്ങനെ തന്നെ. പടച്ചോനെ, ഇതിന്റെ പേരിലാണ് മുജാഹിദാവണോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക് സഹോദരന്മാരെ. കഴിഞ്ഞില്ല. ഇതേ കാര്യം തന്നെ ഇതിന്റെ 51ാമത്തെ പേജിലും പറയുന്നു. എന്ത്? കൈ വെക്കേണ്ടത് എവിടെയാകുന്നു? നെഞ്ചിന്റെ താഴെ. തെക്കുബീരിന്റെ ശേഷം 2 കൈയെയും താഴ്ത്തിയിടണം. എങ്ങോട്ട്? അവന്റെ നെഞ്ചിന്റെ താഴ്ഭാഗത്തേക്ക് താഴ്ത്തി വെക്കണം. ആരാത് പറയുന്നത്? 10 കിതാബ്. അപ്പൊ പിന്നെ ഇതിന്റെ പേരിൽ മുജാഹിദാവണോ? കിതാബിലുള്ളത് ഞങ്ങൾ മൂടി വെക്കാനാണോ മുജാഹിദ് പറഞ്ഞത്? മൂടി വെക്കുന്നത് ഞങ്ങളാണോ അതോ മുജാഹിദുകളാണോ? ഇനി ഫത്വൽ മൊഴി നോക്കിക്കോളൂ. ഫത്വൽ മൊഴിയിലുള്ളത് എന്താ? കൈ വെക്കേണ്ടത് എവിടെയാകുന്നു? വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചു. കൈ വെക്കേണ്ടത് 2 കൈയിലെയും അവൻ വെക്കണം. തഹ്ത സ്വദിരിഹി, അവന്റെ നെഞ്ചിന്റെ താഴെ വെക്കണം. പൊക്കിളിന്റെ മീതെയും വെക്കണം. 10 മുന്നിലുള്ളത് അങ്ങനെയാണ്, 10 കിതാബിലുള്ളതും അങ്ങനെയാണ്. ഇതിന്റെ പേരിൽ മുജാഹിദാവണോ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? മുജാഹിദ് ആഫീസിലുള്ള ആളുകൾ കൊടുത്ത ഷീട്ട് നോക്കിയിട്ട് ഇയാള് മുജാഹിദായി എന്നല്ലേ? ഇയാള് 10 കിതാബ് നോക്കിയെങ്കിൽ ഈ വിഡിത്തം പറയോ? 10 മൊഴി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വിഡിത്തം പറയോ? പറയില്ല. ഇതാ ഞാൻ പറഞ്ഞത്. ഇവിടെ വന്ന മൗലവിമാര് ജാഹിലുകളാണ്, കഥയില്ലാത്തവരാണ്, കിതാബ് നോക്കാത്തവരാകുന്നു. കിതാബ് നോക്കിയായിട്ട് പറയാൻ കഴിയില്ല. പിന്നെ ഇയാള് സുബ്ഹാനല്ലാഹ് വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ അയാൾ മുജാഹിദാവാനുള്ള ഒരു കാരണം തന്നെയാണ്. എന്താ പറഞ്ഞത്? ഞാന് പറയുന്നു ഈ ആശയം, മുജാഹിദ് ആശയം ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഉദാഹരണം, മയ്യത്തിന്റെ അരികിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുക സുന്നികൾ പറയുന്ന ആശയ, സമസ്തക്കാര് പറയുന്ന ആശയ. അങ്ങനെ അത് സുന്നത്താണെങ്കിൽ എന്തുകൊണ്ട് സമസ്തയുടെ മദ്രസയിലുള്ള പാഠപുസ്തകങ്ങളിൽ അത് കൊടുത്തിട്ടില്ല? അപ്പൊ അത് കൊടുക്കാത്തത് കൊണ്ട് അവർക്കറിയാം അത് പുണ്യമല്ല എന്നറിയാം. അതുകൊണ്ടാണ് മുഹമ്മദ് മുജാഹിദായത്. കേട്ടോളൂ നിങ്ങൾ അയാൾ പറയുന്നത്. 5ും 6ും അറബി മലയാളം പഠിക്കുന്നുണ്ട്. ഒരാൾ മരിച്ച എന്താ ചെയ്യേണ്ടത്? ആ മരിച്ച എന്താ ചെയ്യാനും പഠിക്കുന്ന തവണു നല്ല ആരാധന ചെയ്യണം. മരിച്ചാൽ വഴറ്റുന്നത് സ്ഥാനം വെക്കണം. എല്ലാ വിഷയവും പഠിച്ചിട്ട് അവസാനം മരിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ള തുണി കൊണ്ട് മൂടി ആ മയത്തിന് ബന്ധപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അവരുടെ ചുറ്റുഭാഗത്തും ഇരുന്നുകൊണ്ട് ഖുർആൻ ഓതണം എന്ന് അറബി മലയാളത്തിൽ എഴുതാതിരിക്കാൻ സമസ്തയെ പ്രേരിപ്പിച്ച വസ്തുതയാണ്. എന്താ വസ്തുത? കാരണം അത് തെളിവില്ല. തെളിവില്ല. സമസ്ത ഇവിടെ പഠിപ്പിക്കുന്നതല്ല. തെളിവില്ലാത്തത് കൊണ്ടാണ് അത് മയ്യത്തിന്റെ അരികിൽ ഖുർആൻ, അതുപോലെ ഖബറിന്റെ അരികിൽ ഇങ്ങനെ സുന്നികൾ ചെയ്യുന്ന ഖുർആനോത്ത് സുന്നത്തില്ല എന്ന് പറഞ്ഞത്. ഓന്റെ ചെങ്ങാതി, അത് മുജാഹിദ് ആഫീസിൽ നിന്ന് എഴുതി തരുന്നത് നോക്കാതെ പുസ്തകം ഒന്ന് എടുത്തു നോക്കിക്കൂടായിരുന്നോ? വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകമാണിത്. ചെറിയ കുട്ടികൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. കണ്ടോ? വിശദമായ വിശദീകരണം പറഞ്ഞുകൊണ്ട്, വിശദീകരിക്കുന്നില്ല ഞാൻ, അതിൽ പറഞ്ഞുകൊണ്ട് അവസാനം പറയുന്നത് കണ്ടോ?
ബാപ്പമാരെ അല്ലെങ്കിൽ ഉമ്മമാരുടെ അവര് മരിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യണം? സുമ്മ യുഖ്റഉ മിനൽ ഖുർആൻ, അവരുടെ ഖബറിന്റെ അരികിൽ പോകണം. ഇൻദ ഖബരി അബീഹി, ബാപ്പയുടെ ഖബറിൽ പോകണം. അസ്സലാമു അലൈക യാ വാലിദി എന്ന് പറയണം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തു ചെയ്യണം? സുമ്മ യഖ്റഉ മിനൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യണം. മാ തയസ്സറ ലഹു, അവന് സാധ്യമാകുന്ന അത്രയും ഓതണം. ഫയദ്ഉ ലഹു, എന്നിട്ട് ആ മരിച്ച ബാപ്പാക്ക് വേണ്ടി, മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. അത് സുന്നത്താണ് എന്നാ പറയുന്നത്. ഇത് സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകമാണ്. മുജാഹിദ്, മൗലവി, ഇതൊക്കെ നോക്കിയിട്ട് പോരെ ഇവിടെയുള്ള ആളുകൾക്ക് പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമം? അയാളെ താങ്ങിക്കൊണ്ടുവന്ന മൗലവിമാരെ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല. യാ ഹസനത്താ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളിപ്പോ വീണിരിക്കുന്നത് ആഴമേറിയ കയത്തിലാണ് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഇത് 7ാം ക്ലാസ്സിലെ പുസ്തകം. ഇനി നിങ്ങൾക്കറിയോ 10ാം ക്ലാസ്സിലെ പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? വിശദമായ ഭാഗങ്ങൾ, മയ്യത്തിന്റെ അരികിൽ പോകുന്ന വിഷയം, താഴ്സിയത്തിന്റെ വിഷയം, ഖബറിന്റെ അരികിൽ പോകുന്ന വിഷയം, അവിടെയൊക്കെ പറഞ്ഞു വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? വഖിറാഅത്തു വയുസന്നു, സുന്നത്താണ് എന്ന് പറഞ്ഞ് അത് അവസാനം പറയുന്നു വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് അവർക്ക് അറിയാവുന്നത്, അവർക്ക് എളുപ്പമായി തോന്നുന്നത് ഖുർആൻ പാരായണം ചെയ്യലും സുന്നത്താകുന്നു. വദ്ദുആഉ ബഅദഹാ, അതിനുശേഷം ദുആ ചെയ്യലും സുന്നത്താകുന്നു. ഞങ്ങളെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് അല്ലെ മദ്രസ വിദ്യാഭ്യാസ ബോർഡ് അതിന് പറഞ്ഞിട്ടുള്ളതാണ് മൗലവിമാരെ. ഇതൊക്കെ ഞങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ആശയങ്ങളാണിത്. ഇത് ഇല്ലാന്ന് പറഞ്ഞ് കളവ് പറയണ്ട. അതിന്റെ പേരിൽ മുജാഹിദായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ സമയമായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരൊറ്റ കാര്യവും കൂടി പറയട്ടെ, വിശദീകരിക്കാൻ സമയമില്ല. മുജാഹിദുകൾക്കുള്ള ഒരു സവിശേഷതയായി ഈ മൗലവി പറയുന്നത് എന്താണ്? മുജാഹിദുകളും സുന്നികളും സമസ്തയും തമ്മിലുള്ള വ്യത്യാസം, സമസ്ത മുമ്പ് പറഞ്ഞതൊക്കെ മാറ്റി പറയുന്നു, മുജാഹിദ് മാറ്റി പറഞ്ഞിട്ടില്ല. കേട്ടോളൂ അയാൾ പറയട്ടെ. ഈ സമസ്ത ആര്യങ്ങൾ പറയുവാൻ പൂർണ്ണമായും ശരിയെന്ന് അംഗീകരിക്കുന്ന ഈ ആളുകളൊന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാറുണ്ട്. സമസ്ത മുമ്പ് പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതും വ്യത്യാസമുള്ളവരുടെ ഇവിടെ ആരാണ് എന്ന് നിലനിൽക്കുന്നത്? ഇവിടെ ഇസ്ലാമിക പ്രസ്ഥാനം ആദ്യം പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒന്നല്ലേ? സമസ്ത മുമ്പ് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഏതാണ്? അന്ന് പറഞ്ഞതെന്താ? തവസ്സുൽ സുന്നത്താണ്, ഇസ്തിഗാസ പുണ്യകർമ്മമാണ്. അതുപോലെ തന്നെ മരിച്ചവർക്ക് ഖുർആൻ ഓതണം, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റ് ചൊല്ലണം, ഖബറിൽ പോയി ഖുർആൻ ഓതണം, അവിടെ തൽഖീൻ ചൊല്ലണം, ആണ്ട് കഴിക്കണം, അടിയന്തരം കഴിക്കണം, സ്ത്രീകൾ ജുമാക്ക് പോകാൻ പാടില്ല, ജമാഅത്തിന് പള്ളിയിലേക്ക് പോകാൻ പാടില്ല. അതുപോലെ തന്നെ മരിച്ചവർക്ക് മയ്യത്തിന് വേണ്ടി ഗുണം കിട്ടാൻ വേണ്ടി ഭക്ഷണം വിതരണം ചെയ്യണം. ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ കർമ്മങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയുണ്ടോ ഞാൻ നേരത്തെ ഇവിടെ വിശദീകരിച്ചല്ലോ. അതൊക്കെ ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റമില്ല. വെള്ളിയാഴ്ച 2 ബാങ്ക് വേണം, വെള്ളിയാഴ്ച മത്സര വിളിക്കൽ സുന്നത്താണ്. അതിനുശേഷം ഖതീബ് മിമ്പറിൽ കയറിയിട്ട് ഒരു ബാങ്ക് കൂടി കൊടുക്കണം, അതിന് മുമ്പ് മറ്റൊരു ബാങ്ക് കൊടുക്കണം, ഖുതുബ അറബിയിൽ തന്നെ പറ്റുകയുള്ളൂ. ഇതൊക്കെ ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇപ്പോഴും അങ്ങനെ തന്നെ, ഞങ്ങൾക്കൊരു മാറ്റമില്ല. പിന്നെ നയപരമായ കാര്യങ്ങളിൽ അല്ലറ ചില്ലറ വ്യത്യാസങ്ങളൊക്കെ അത് എല്ലാ സംഘടനകളും ഉണ്ടാകും, അത് മുജാഹിദുകൾക്കുമുണ്ട്. അത് എതിർക്കട്ടെ, അപ്പൊ ഞാൻ തെളിവ് സഹിതം മൗലവിമാരെ കൊണ്ട് തന്നെ ഞാൻ തെളിയിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ അത്ര ഞാൻ പറയുന്നുള്ളൂ. അതേ അവസരത്തിൽ മുജാഹിദുകളോ അവര് മാറ്റിയിട്ടുണ്ട്, എല്ലാ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഗുണമെന്താ? അയാൾ പറയുന്നു ഞങ്ങളൊന്നും മാറ്റിയിട്ടില്ല. അയാൾ പറയുന്നത് കേട്ടോളൂ. സാമാന്യ ബുദ്ധിമുട്ടാണ് അവര് മുമ്പ് പറഞ്ഞതൊക്കെ മാറ്റുന്നുണ്ട്. അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒന്നാണ്. നിങ്ങൾ പോയി പറഞ്ഞ് നമ്മൾ 3 മുതലാണ്, അവർക്ക് 4 മുതലാണ്, അടുത്തത് എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിക പ്രസ്ഥാനത്തോട് പരിപൂർണമായും സമസ്തക്കാരിൽ ജോലിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം അന്ന്, ഇസ്ലാമി പ്രസ്ഥാനം അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒന്നെന്നെയാണ്. ശുദ്ധ നുണയല്ലേ അയാൾ പറയുന്നത്. ഈ സാധു അത് വിചാരിച്ചിട്ട് മുജാഹിദിലേക്ക് പോയതെങ്കിൽ തിരിച്ചു വരാൻ സമയമായി.
കാരണം നിങ്ങൾക്കറിയോ, മുജാഹിദിന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്നു, പണ്ട് ഞങ്ങൾ പറഞ്ഞത് കിതാബുൽ അവ്വലു ഫിൽ അമലിയാത്ത് എന്ന പുസ്തകത്തിൽ എഴുതിയിരുന്നു, എന്ത് ഖുനൂത്ത് ഓതൽ സുന്നത്താകുന്നു അല്ലേ, കൈ കെട്ടൽ നെഞ്ചിന്റെ താഴെയാകുന്നു എഴുതിയില്ലേ. അതുപോലെ തന്നെ ഖുനൂത്ത് സുന്നത്താ, കൂട്ടുപ്രാർത്ഥന സുന്നത്താണ്, തറാവി 20 റക്അത്താണ്. മുജാഹിദ് എഴുതിയ അവരുടെ കിതാബുൽ അവ്വലു ഫിൽ അമലിയാത്ത് എന്ന അവരുടെ മൗലവിമാർ എഴുതിയ പുസ്തകം എന്റെ കൈവശമുണ്ട്, ഞങ്ങളുടെ എല്ലാവരുടെയും കൈവശമുണ്ട്. ഇപ്പോഴോ, ഇപ്പൊ അത് ചെയ്യൽ അനാചാരമാണ്, ഇപ്പൊ അത് ചെയ്യാൻ പാടില്ല. തറാവി 20 നിസ്കരിക്കാൻ പാടില്ല, കൈ നെഞ്ചിന്റെ താഴെ കെട്ടാൻ പാടില്ല സഹോദരന്മാരെ, അതുപോലെ 2 ബാങ്ക് പാടില്ല. അങ്ങനെ എല്ലാ വിഷയത്തിലും മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയല്ല, അബ്ദുറഹ്മാൻ സലഫി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ, അയാൾ പറയട്ടെ. ഇപ്പൊ ചിലപ്പോ ഇങ്ങനെ പഴയ അമലിയാത്തില് സുബ്ഹി നമസ്കാരത്തില് ഖുനൂത്ത് ഓതാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് മുജാഹിദുകളുടെ ഇസ്ലാഹി പ്രസ്ഥാനക്കാരുടെ അമലിയാത്തല്ലേ, അവരുടെ പുസ്തകമല്ലേ, അവരുടെ ലേഖനമല്ലേ, അവരുടെ പത്രമല്ലേ ആണ്. അതിൽ ഖുനൂത്ത് ഓതാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അത് സ്വീകരിക്കാത്തത്? അതിന് തെളിവില്ലാത്തത് കൊണ്ട്. ഇതാണ്. അപ്പൊ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഇന്നത് അംഗീകരിക്കുന്നില്ല. മാറ്റമുണ്ട്. മറ്റേ ഇയാൾ മുജാഹിദാവാൻ കാരണം എന്താ? മുജാഹിദ് പ്രസ്ഥാനം ആ പറഞ്ഞിടത്ത് നിൽക്കുന്നു എന്ന് കരുതിയിട്ട ഈ സാധു മുജാഹിദ് പ്രസ്ഥാനം എത്രയോ മുൻപിലെത്തിയ കഥ ഇയാളെ കണ്ടോ? ഇസ്ലാം മതത്തിൽ ഒരു കുഞ്ഞ് പിറന്ന് വീഴുന്ന സന്ദർഭത്തിൽ നമുക്കറിയില്ലേ, വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുക്കണമെന്നാണ് ഇസ്ലാമിന്റെ മതം, നമുക്കറിയില്ലേ? അങ്ങനെ ചെയ്താൽ പൈശാചിക ബാധ ഏൽക്കുകയില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ലം യുസിബുഹു ഉമ്മു സുബിയാൻ, ഹദീസിൽ കാണാം, പൈശാചിക ബാധ ഏൽക്കില്ല. കേരളത്തിലെ മുജാഹിദുകൾ മുസ്ലിമീങ്ങളിലുള്ള അനാചാരങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി രചിച്ച പുസ്തകം KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറയുന്നത് എന്താ? പിറന്നു വീഴുന്ന കുട്ടിയുടെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ഇത് അനാചാരമാകുന്നു, ചെയ്യാൻ പാടില്ല, ചെയ്താൽ നരകത്തേക്ക് പോകും. പറയണ്ടേ മുജാഹിദ്? കാരണം അത് ചെയ്താൽ അയാൾക്ക് പിശാചിന്റെ ബാധ ഏൽക്കാതിരുന്നെങ്കിലോ, അത് ചെയ്തില്ലെങ്കിൽ പിശാച് വേഗം പിടികൂടും, വേഗം മുജാഹിദാകും. ഇതിനു വേണ്ടിയാണ് അവർ പറയുന്നത്. അല്ലേ, നിങ്ങൾ ചിന്തിക്കണം, അനാചാരമാകുന്നു, അവിടെ എത്തി മുജാഹിദ് പ്രസ്ഥാനം. എന്നിട്ട് ഈ കഥയില്ലാത്ത സാധു പറയാണ് മുജാഹിദ് പ്രസ്ഥാനം അന്ന് പറഞ്ഞു കൊടുത്താൽ ഇന്നുള്ളത്. അല്ല സഹോദര, അല്ല. മുജാഹിദ് പ്രസ്ഥാനം അല്ലാഹുവിനുള്ള വിശ്വാസത്തിൽ തന്നെ എത്ര 40 വൈരുദ്ധ്യങ്ങൾ വിശദീകരിക്കുന്നില്ല ഞാൻ. 40 വൈരുദ്ധ്യങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് മാത്രം പറഞ്ഞത് തെളിയിക്കാൻ എനിക്ക് എന്റെ കൈവശമുണ്ട്. ഞാനിപ്പോ അത് പറയുന്നില്ല. ഒന്നാമത് മുജാഹിദ് പറഞ്ഞു, അല്ലാഹുവിന് കൈയില്ല, കാലില്ല, ജഡമില്ല, സ്ഥലമില്ല. അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാകുന്നു. എവിടെയാ പറഞ്ഞത്? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സ്ഥാപിച്ച KM മൗലവിയുടെ ഫത്വ അൽമനാറിൽ അദ്ദേഹം പറഞ്ഞു, ഭാഗമുണ്ട്, ജഡമുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ കാഫിറായ മുബ്തദിയാകുന്നു. അൽമനാർ. ഇപ്പൊ മുജാഹിദ് പറയുന്നത് എന്താ? അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് കാലുണ്ട്, അള്ളാഹുവിന് ഊരയുണ്ട്, അള്ളാഹുവിന് 2 കൈയുണ്ട്, 2 കൈയും 2 വശത്താ, ഒന്ന് വലത് ഭാഗത്ത്, ഒന്ന് ഇടത് ഭാഗത്ത്. ഇപ്പോഴോ അത് കുറെ കാലം അങ്ങനെ പറഞ്ഞു. പിന്നെ 2004 സക്കരിയ സലാഹി എഴുതി പുറത്തിറക്കിയ പുസ്തകം, ആ പുസ്തകത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്ന പുസ്തകത്തിൽ പറഞ്ഞതോ 2 കൈയൊക്കെ ഉണ്ട്, പക്ഷെ 2 കൈയും വലതു ഭാഗത്താണ്, ഇടത് ഭാഗത്ത് കൈയില്ല. നിങ്ങൾ ചിന്തിക്കണം. ആദ്യം ഈ പുസ്തകത്തിൽ പറഞ്ഞതോ 2 കൈയുണ്ട്, ഒന്ന് വലത് കൈയാണ്, ഒന്ന് ഇടത് കൈയാണ്. 2004 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറഞ്ഞു 2 കൈയൊക്കെ ഉണ്ട്, പക്ഷെ 2 കൈയും വലതു ഭാഗത്താണ്. അപ്പൊ ഇടത് ഭാഗത്തുണ്ട് എന്ന് പറയപ്പെടുന്ന കൈ വെട്ടിമാറ്റി വലതു ഭാഗത്തേക്ക് ഫിറ്റ് ചെയ്തു മുജാഹിദുകൾ. അപ്പൊ മുജാഹിദിന്റെ അള്ളാഹ്ക്ക് ഇടത് ഭാഗത്ത് കൈയില്ല, വികലാംഗനാണെന്ന് പറഞ്ഞു കുറെ കാലം നടന്നു. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു. മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട് എന്ന് പറയാൻ തന്നെ പറ്റൂല എന്നാണ് മുജാഹിദ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെയാകുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോ നിങ്ങൾക്കറിയോ, മുജാഹിദിന്റെ 2009 ജനുവരി മാസത്തിൽ ഇറങ്ങിയ അൽമനാർ മുഖപത്രം, സുബ്ഹാനല്ലാഹ്, അതിൽ അള്ളാഹുവിന്റെ കൈ വീണ്ടും വന്നു, ഇടത്തെ കൈ. നോക്കണം നിങ്ങൾ, അള്ളാഹുവിനുള്ള വിശ്വാസത്തിലാണ് അട്ടിമറി. ഇയാൾ പറഞ്ഞതോ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ചങ്ങായി, ഇത് എവിടെയോ എത്തിക്കണം, ഇജ്ജ് എവിടെ ഉള്ളത്, ഇജ്ജ് എന്തെടുത്താ മുജാഹിദിലേക്ക് വന്നത്? ഞങ്ങൾക്ക് അതറിയാണ്ടത്. മുജാഹിദ് പ്രസ്ഥാനത കുറെ അങ്ങോട്ടെത്തി. എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയോ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പൊ കൊടുമ്പിരി കൊണ്ട് ചർച്ച നടക്കുന്നത് ഇസ്ലാമി മാസികയെ ഏറ്റവും വലിയ കൊടുമ്പിരി കൊണ്ട് ചർച്ച എന്താ? അള്ളാഹുവിന്റെ ഊരയെ കുറിച്ചാ. അള്ളാഹുവിന് ഊരയുണ്ടോ ഇല്ലയോ, ആ ഊരന്റെ വലിപ്പം എത്രയേന്നാ. നിങ്ങൾ ചിന്തിച്ചോളൂ, ഞാൻ വെറുതെ പറയല്ല.
ഇസ്ലാഹി മാസികയാണ് എന്റെ കയ്യിൽ. സംശയമുള്ള മുജാഹിദുകൾ ഉണ്ടെങ്കിൽ വന്ന് നോക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. ഇതിൽ പറയുന്നത് എന്താണ്? അല്ലാഹുവിന്റെ ഊല എന്നത് അവന്റെ ഒരു വിശേഷണമാണ്. അത് അപ്പടി അംഗീകരിക്കലാണ് സലഫുകളുടെ രീതി. അതിനെ വ്യാഖ്യാനിക്കുകയോ നിഷേധിക്കുകയോ ഇല്ല. എന്നാൽ മുഅ്തസിലത്തും ജഹമിയ്യത്തും ആദർശമായി സ്വീകരിച്ച മടവൂരികൾ അല്ലാഹുവിന്റെ ഈ സിഫത്തിനെ അപ്പടി നിഷേധിച്ചിരിക്കുകയാണ്. മടവൂരികൾ ഇതിനെ നിഷേധിച്ചിരിക്കുന്നു. നമ്മൾ അങ്ങനെയല്ല, അള്ളാഹുവിന് ഊലയുണ്ട് എന്ന നേരത്തെ തന്നെയാണ് നമ്മളുള്ളത്. അള്ളാന്റെ ഊലയിലെത്തിയിട്ടുണ്ട് സംഗതി. നീ ബാക്കിയുള്ളത് എന്നാ പറയാന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അവിടെ എത്തി മുജാഹിദ് പ്രസ്ഥാനം. എന്താണ് ഇവർ ഈ പറയുന്നത്? എന്ത് വിശ്വാസമാണ് ഈ പറയുന്നത്? എന്നിട്ട് ഇയാൾ വലിയ കാര്യമായിട്ട് പറയാം. എന്ത്? മുജാഹിദ് പ്രസ്ഥാനം അന്ന് പറഞ്ഞോട്ട് തന്നെ നിൽക്കുകയാണ്, ഞങ്ങൾക്ക് മാറ്റില്ല. സഹോദരന്മാരെ, അള്ളാഹനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ എത്രയാണ് ഇവർ ഭേദഗതി വരുത്തിയത് നിങ്ങൾക്കറിയോ? ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു മൗലവി പറഞ്ഞത് എന്താ? അതാണ് ഏറ്റവും രസം. എന്താ? നിസ്കാരം നമ്മൾ അറബിയിൽ നിർവഹിക്കുന്നു, ഖുതുബ മലയാളത്തിൽ നിർവഹിക്കുന്നു. അതിന് കാരണം എന്താണ്? അതിന് കാരണം മറ്റൊന്നുമല്ല, അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. എങ്ങനെയുണ്ട്? അതായത് അറബിയിൽ നിസ്കരിച്ചാൽ തന്നെ അള്ളാഹ്ക്ക് തിരിയും, മലയാളം അള്ളാഹ്ക്ക് തിരിയില്ലല്ലോ, മലയാളിയല്ലല്ലോ അള്ളാഹു. അതുകൊണ്ടാണ് നിസ്കാരം അറബിയിലായത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അള്ളാഹിനെ പറ്റി ഈ ആദി വിശ്വാസം? മുജാഹിദ് വിശ്വാസം കേട്ടോളൂ. മുജാഹിദ് പ്രസ്ഥാനം പറയട്ടെ. വെച്ചുകൊടുക്ക. ജനങ്ങൾക്ക് മതം പഠിപ്പിക്കാനാണ് ഖുതുബ. അപ്പൊ ചില ചോദ്യം എന്താ? പിന്നെ ബാങ്ക് മലയാളത്തിലായിക്കൂടെ, നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അള്ളാഹു മലയാളിയാണ്. അള്ളാഹിന്റെ മുമ്പിലാണ് നിസ്കരിക്കുന്നത്. നിസ്കരിക്കുന്നവരുടെ തെക്കുതയും സൂക്ഷ്മതയും അറിയേണ്ടത് ആരാ? അള്ളാഹുവാണ്. ആ അള്ളാഹ് അറബി അറിയാം. അതുകൊണ്ട് നിസ്കാരം പ്രകാശപ്പെടുത്തേണ്ടതില്ല. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അള്ളാഹു മലയാളിയല്ല, അള്ളാഹ്ക്ക് മലയാളം അറിയില്ല. അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് മലയാളം തിരിയണ്ടേ? അള്ളാഹു മലയാളിയല്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണിത്. ഈ വിശ്വാസം അള്ളാഹുവിനെ കുറിച്ച് മുജാഹിദ് പറയുമ്പോഴാണ് സക്കരിയ സലാഹി ചെയ്ത പണി എനിക്ക് ഓർമ്മ വരുന്നത്. സക്കരിയ സലാഹി ഇത് കേട്ടപ്പോ പറഞ്ഞു നോക്കിങ്ങൾ പറയും. അതന്നെയാണ് അത് കാര്യം. അത് സക്കറി ചെയ്തതിനെ ശരി. ആ ജാതിയല്ലേ ഇയാൾ ഈ പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്താണ് അള്ളാഹുവിനെ കുറിച്ച് ഇവർ വിശ്വസിക്കുന്നത്? എന്നിട്ട് മറ്റേ ആള് പറയാം, ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. നിങ്ങൾ അവിടെ നിന്നൊക്കെ എവിടെയോ മാറിപ്പോയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. നിങ്ങൾ ഏതായാലും ക്ഷമിച്ചു, 5 മിനിറ്റ് കൂടി. ലബ്ബാദാരിനി വെല്ലുവിളിച്ച ഒരു കാര്യമുണ്ട്. അതെന്താ? ഇവിടെയും പറഞ്ഞിരുന്നു, സംവാദത്തിലും പറഞ്ഞിരുന്നു. എന്താണത്? അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ച ഒരു സംഭവം തെളിയിക്കാമോ? ലബ്ബാദാരിമിയുടെ വെല്ലുവിളിയാണ്. എന്താ അയാൾ പറഞ്ഞത്? സ്വർഗം ചോദിച്ചത് ഞാൻ സുന്നികളെ, ഇവിടെയുള്ളവരല്ല, കേരളത്തിലുള്ള മുഴുവൻ സുന്നികളെയും വെല്ലുവിളിക്കുന്നു. ഒന്ന് വെച്ചു കൊടുത്താ വെല്ലുവിളി. കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. അള്ളാന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു എന്നതിന് തെളിവുദ്ധരിക്കാമോ? അള്ളാന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു എന്നതിന് തെളിവുദ്ധരിക്കാമോ? കേരളത്തിലുള്ള എല്ലാ സുന്നികളെയും എല്ലാ പണ്ഡിതരെയും വെല്ലുവിളിക്കുക മൂപ്പര്. സഹോദരന്മാരെ, ഇതിന് പണ്ഡിതന്മാർ വേണ്ടതില്ല, മുതഅല്ലിമുകൾ മതി. എന്തേ കാര്യം? ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് നമുക്കറിയില്ലേ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു ഖിദ്മത്ത് എടുക്കുന്നു. രാത്രിയുടെ സമയത്ത് റസൂലുള്ള എഴുന്നേറ്റപ്പോൾ ആവശ്യമായ വെള്ളവും വിഭവങ്ങളും നൽകുന്നു. സന്തോഷം കൊണ്ട് റസൂലുള്ള ചോദിക്കുന്നു, സല്യാ റബീഅ, റബീഅ നിനക്ക് എന്താണ് ആവശ്യമുള്ളത്? ചോദിച്ചോ റബീഅ. ആ സന്ദർഭത്തിൽ റബീഅത്ത് റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുന്നത് എന്താണ്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയേ, ഞാൻ അങ്ങയോട് തങ്ങളോട് കൂടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം എനിക്ക് കിട്ടണം നബിയേ. തങ്ങളോടുകൂടെ സ്വർഗത്തിൽ കഴിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആരാത് ചോദിക്കുന്നത്? ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു. ആരോടാ ചോദിച്ചത്? അള്ളാഹുവിന്റെ റസൂലിനോട്. ആരാ ഉദ്ധരിച്ചത്? ഇമാം മുസ്ലിം തങ്ങൾ 1094 നമ്പർ ഹദീസായി നമുക്ക് സഹീഹ് മുസ്ലിമിൽ ഇത് കാണാവുന്നതാണ്. നിങ്ങൾ ചിന്തിച്ചോ? ഇത് ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞോ,
ലബ്ബാദാനി പറയുന്നത് നീ കേട്ടിട്ടില്ലേ റബിയത്തെ? അങ്ങനെ സ്വർഗം ചോദിക്കാൻ പറ്റുമോ? അത് ശിർക്കല്ലേ, അത് കുഫറല്ലേ എന്ന് ചോദിച്ചോ? ചോദിച്ചില്ല. റസൂലുള്ള പറഞ്ഞതെന്താ? നീ സുജൂദ് വർദ്ധിപ്പിച്ച് എന്നെ സഹായിക്കണം റബിയത്തെ എന്നാണ് റസൂലുള്ള പറഞ്ഞത്. നോക്ക് നിങ്ങൾ. അപ്പൊ ഇതാണ് ഈ ഹദീസ്. നിങ്ങൾക്കറിയോ, ഇത് സുന്നികൾ സഹീഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ട ഹദീസാണ്, വളരെ പ്രബലമായ ഹദീസ്. എന്നിട്ടാ മൂപ്പര് വെല്ലുവിളിക്കുന്നത്. ഈ ഹദീസ് അദ്ദേഹം തന്നെ തന്റെ ചർച്ചയിൽ അദ്ദേഹത്തിനും സമ്മതിക്കേണ്ടി വരികയാണ്. അദ്ദേഹം അതേ ഹദീസ് വായിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. അതൊന്ന് വെച്ചു കൊടുക്കാം. ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ മുഖ്തസറൻ ചുരുങ്ങിയ രൂപത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒലഭവ മുസ്ലിമിന്റെ ലഭം എന്താണ്? ഈ പറഞ്ഞതുപോലെ കുന്തു ബിന്ദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് വലിയ ആളാ ഒരു ഹദീസ് വായിക്കുക. കുന്തു ബിന്ദു. ആ ബിന്ദുവിന്റെ ഓർമ്മ അപ്പോഴും മൂപ്പർക്ക് നോക്കണങ്ങള്. എന്താ ഒരു ഹദീസ് ഒന്നുകൂടി വെച്ചു കൊടുക്കാം. ഒരു വലിയ പണ്ഡിതൻ പടം ഒന്ന് മതം മാറാൻ വേണ്ടി വന്ന ആളുടെ അവസ്ഥയാണത്. ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ മുഖ്തസറൻ ചുരുങ്ങിയ രൂപത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒലഭവ മുസ്ലിമിന്റെ ലഭം എന്താണ്? ഈ പറഞ്ഞതുപോലെ കുന്തു ബിന്ദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് കുന്തു ബിന്ദു എന്നല്ല അതിലുള്ളത് എന്താ? സഹീഹ് മുസ്ലിമിലുള്ളത് കുന്തു അബീതു മഅ റസൂലില്ലാഹി, ഞാൻ അള്ളാന്റെ റസൂലിന്റെ കൂടെ രാത്രിയിൽ താമസിച്ചു എന്നാണുള്ളത്. എന്നിട്ട് അതാ കുന്തു ബിന്ദു എന്ന് പറഞ്ഞത്. ഇതാണിപ്പോ പറയുക. ഇവരാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരാണ് ഇതിന് നമ്മളെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വന്നിട്ടുള്ളത്. എന്നിട്ട് മൂപ്പര് ചോദിക്കുന്നത് എന്താ? അതൊന്നും പറ്റൂല. മുറാഫഖത്തക ഫിൽ ജന്ന എന്നതൊന്നും കൂട്ടൂല. നേരെ സ്വർഗം ചോദിച്ചതുണ്ടോ? സഹോദരന്മാരെ, അതുമുണ്ട്. ഇത് സ്വർഗത്തിലുള്ള ഉന്നത സ്ഥാനത്തെ ചോദിച്ചത് അത് പറ്റൂല. സ്വർഗം ചോദിച്ചു. അസ്അലുക്കൽ ജന്ന എന്നുണ്ടോ? എന്തൊരു വിഡിത്താണ്. നിങ്ങളെ വീട്ടിന്റെ മുകളിലെ ഉന്നത റൂം, ഏറ്റവും മേലെയുള്ള റൂം എനിക്ക് കിട്ടണമെന്നാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വീട് കിട്ടണമെന്നായിട്ടില്ലല്ലോ. വീട്ടിലെ ഉന്നതമായ സ്ഥലം, റൂം സൗകര്യപ്പെടുത്തി തരണം എന്ന് പറഞ്ഞുകൊണ്ട് വീട് കിട്ടിയെന്ന് പൈതാവോ, അല്ലെങ്കിൽ വീട് ചോദിച്ചു എന്നാവോ എന്നാ? വീട്ടിന്റെ പുറത്തു കൂടെ കയറാൻ എങ്ങനെ ഉള്ളിലേക്ക് എത്തുക? മേലെന്ന ആകാശത്തിൽ ചാടാൻ പറ്റുമോ? ഇയാൾ എവിടുന്നാ വരുന്നത്? സഹോദരന്മാരെ, എന്നിട്ട് ചോദിക്കുക അസ്അലുക്കൽ ജന്ന എന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾ നോക്ക്, മുഅ്ജമു ഇബ്നുൽ അറാബി പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഹിജ്റ 246 ജനിച്ച പണ്ഡിതൻ, 246 എന്നാൽ 1200 വർഷം മുമ്പ് ജീവിച്ച പണ്ഡിതൻ. അവർ രചിച്ച മുഅ്ജമു ഇബ്നുൽ അറാബി എന്ന് പറയുന്ന ഗ്രന്ഥം, അതിന്റെ 1145 നമ്പർ ഹദീസ് എടുത്ത് പരിശോധിച്ചാൽ കാണാം വിശദമായ ഹദീസ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ റജുലൻ ഫീ ഹാജത്തിൻ, അല്ലാഹുവിന്റെ റസൂൽ ഒരു വ്യക്തിയെ ഒരു ആവശ്യത്തിന് പറഞ്ഞയച്ചു. ഫജാഅഹു ബിമാ യസുറുഹു, റസൂലുള്ളാഹിക്ക് സന്തോഷമുള്ള രൂപത്തിൽ അദ്ദേഹം തിരിച്ചു വന്നു. ആ കാര്യം ഭംഗിയായി ചെയ്ത് തിരിച്ചു വന്നു. അപ്പൊ കാല റസൂൽ ചോദിച്ചു, സൽ, നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോ, വളരെ സന്തോഷമായിട്ട് നിന്റെ പ്രവർത്തനം. ആ സന്ദർഭത്തിൽ കാല അദ്ദേഹം ചോദിക്കുന്നു, അസ്അലുക്കൽ ജന്ന, നബിയേ ഞാൻ അങ്ങയോട് സ്വർഗം തന്നെ ചോദിക്കുന്നു നബിയേ, അസ്അലുക്കൽ ജന്ന. നോക്ക് നിങ്ങൾ, ഹദീസുണ്ട്. ഹദീസ് ഗ്രന്ഥം പരിശോധിക്കേണ്ട ഇതൊക്കെ നോക്കണമെങ്കിൽ ഇത് ആഫീസിൽ നിന്ന് കിട്ടുന്ന ഷീട്ട് നോക്കിയത് മനസ്സിലാവൂല. കിതാബുകൾ നോക്കണം. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് പറയുന്ന വിഷയങ്ങൾ മുഴുവനും അങ്ങനെയാണ്. സഹോദരന്മാരെ, ഒരു ഹദീസ് കൂടി ഞാൻ പറയട്ടെ. ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ തന്റെ ജമുൽ ജവാദിയിൽ ഉദ്ധരിക്കുന്നു, അതുപോലെ തന്നെ കൻസുൽ ഉൽമാനിൽ ഉദ്ധരിക്കുന്നു. ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു അറാബിയായ മനുഷ്യന്റെ ഒരു കാര്യം ചോദിച്ചു. ആ ചോദിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, കംബൈന മസ്അലത്തിൽ അറാബി വഅദൂദി ബനി ഇസ്രായീൽ. ആ അറാബി ചോദിച്ച ചോദ്യവും ബനു ഇസ്രായേലിലുള്ള ഒരു വൃദ്ധയായ സ്ത്രീ അവർ ചോദിച്ചതും തമ്മിൽ എത്ര അന്തരമുണ്ട്. എന്തേ കാര്യം? റസൂലുള്ള പറയുകയാണ്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ദീർഘമായ സംഭവം. റസൂലുള്ളാഹി മൂസാ നബി നടന്നു പോവുകയാണ്. അങ്ങനെ സമുദ്രം വിട്ടുകിടക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നു. മൂസാ നബി പരിവാരങ്ങളോട് കൂടി അനുയായികളോട് കൂടി അവിടെ എത്തുന്നു. എത്തുന്ന സന്ദർഭത്തിൽ ആരെ കാണുന്നില്ല.
അവരുടെ വാഹനങ്ങൾ അങ്ങോട്ട് സഞ്ചരിക്കുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല. അള്ളാഹുവിനോട് ചോദിച്ചു മൂസാ നബി, പടച്ചവനെ എന്താണ് എന്റെ വാഹനങ്ങൾ മുന്നോട്ട് പോകാതെ അറച്ചു നിൽക്കുന്നത്? അള്ളാഹു വഹി നൽകി, മൂസാ നബിയെ നിങ്ങൾ മനസ്സിലാക്കിയത് പോലെയല്ല, യൂസുഫ, നിങ്ങൾ യൂസുഫ് നബിയുടെ ഖബറിന്റെ അരികിലാണുള്ളത്. യൂസുഫ് നബി അവിടെ ഖബറടക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം? ആ യൂസുഫ് നബിയുടെ ജനാസയുമായി പോകണം എന്ന് പറഞ്ഞപ്പോൾ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുയായികളോട് ചോദിക്കുന്നു, അല്ല ഹൽ യദ്രി അഹദും മിൻകും ഐന ഹുവ, എവിടെയാണ് യൂസുഫ് നബിയുടെ ഖബറെന്ന് നിങ്ങൾക്ക് അറിയാമോ ജനങ്ങളെ? ആരാ ചോദിക്കുന്നത്? ബഹുമാനപ്പെട്ട മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നു അനുയായികളോട്. കാരണം എന്താ? അള്ളാഹു നിർദ്ദേശിച്ചത് ആ യൂസുഫ് നബിയുടെ ജനാസയുമായി നിങ്ങൾ ഈ സമുദ്രം വിട്ടുകിടക്കണം എന്നാണ്. കാരണം അവിടെ ഖബറും വെള്ളവും ആ ഭൂമിയുമായി നിരപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനാസയുമായി പോകണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ നിർദ്ദേശാനുസരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അനുയായികളെ വിളിച്ചു ചോദിക്കുന്നു, നിങ്ങൾക്കറിയുമോ ഐന ഹൽ യദ്രി അഹദും മിൻകും ഐന ഹുവ, ഈ യൂസുഫ് നബിയുടെ ഖബർ എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? അപ്പൊ അവർ പറഞ്ഞു, ഫഖാലു ഇൻകാന അഹദുൻ യഅലമു ഐന ഹുവ ഫഅജൂസു ബനി ഫുലാനൻ തഅലമു ഐന ഹുവ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ആ ഖബർ എവിടെയാണെന്ന് അറിയുന്നില്ല. അറിയുന്ന വല്ല ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നാരിന്ന കുടുംബത്തിലുള്ള വയസ്സായ ഒരു സ്ത്രീയുണ്ട്, ഒരു മാമയുണ്ട്, അവർക്കറിയാം നബിയെ, അതുകൊണ്ട് അവരെ വരുത്തി നോക്കിക്കോളൂ. മൂസാ നബി അവരുടെ അരികിലേക്ക് ആളെ വിട്ടു. ആ സ്ത്രീ വന്നപ്പോ അവരോട് മൂസാ നബി ചോദിച്ചു, മൂസാ നബി യൂസുഫ് നബിയുടെ ഖബർ എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? മൂസാ നബി ചോദിക്കുകയാണ്. കാലത്ത് അവര് പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞു, ഞാൻ എനിക്കറിയാം. കാലത്ത് അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അല്ല മൂസാ നബി പറഞ്ഞു, കാല അലൈഹി, ആ ഖബർ എവിടെയാണെന്ന് ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരണേ നിങ്ങൾ, അള്ളാഹുവിന്റെ സന്ദേശമുണ്ട്. ആ സ്ത്രീ പറഞ്ഞു, കാലത്ത് ലാ വല്ലാഹി ഹത്താ തുൽതിയനി മാ അസ്അലുക, ഇല്ല മൂസാ നബിയെ, ഞാൻ ഖബറൊക്കെ എനിക്കറിയാം, ഞാനത് അറിയിച്ചു തരണമെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന സംഗതി എനിക്ക് നിങ്ങൾ നൽകും എന്ന് വാഗ്ദത്തം നൽകുകയാണോ? എന്നാ ഞാൻ കാണിച്ചു തരാം. നല്ല കഥയുള്ള സ്ത്രീയാണ്. അപ്പോ മൂസാ നബി പറഞ്ഞു ആ സ്ത്രീയോട്, ലക്കി ലാലിക്ക്, ശരി, നിനക്ക് നിങ്ങൾ ആ ചോദിച്ചതുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. ആര് പറയുന്നു? മൂസാ നബി ചോദിക്കുന്നു. കാലത്ത് അപ്പോ ആ സ്ത്രീ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ? ഫഇന്നി അസ്അലുക, മൂസാ നബിയെ, എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അൻ അകൂന മഅക ഫി ദറജത്തില്ലതി തകൂനു ഫീഹാ ഫിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ ഏതൊരു സ്റ്റാൻഡേർഡിലാണോ ഉള്ളത് അതേ പദവിയിൽ ഞാനും ആവണം. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നോക്കണം നിങ്ങൾ. മൂസാ നബിയോട് ചോദിക്കാം. അത് കേട്ടപ്പോ മൂസാ നബി പറഞ്ഞു, മൂസാ നബി പറഞ്ഞു, സെലി അൽ ജന്ന, മാമ നിങ്ങൾ സ്വർഗം ചോദിച്ചോളി, അത് ഞാൻ തരാം. സ്വർഗത്തിലുള്ള ഉന്നത സ്ഥാനം, ഞാൻ നിൽക്കുന്ന അതേ സ്ഥാനം, ഞാൻ ഒരു ഉന്നതത്തിൽപ്പെട്ട ആളാ, ഞങ്ങളൊക്കെ നിൽക്കുന്ന അതേ സ്റ്റാൻഡേർഡിൽ നിങ്ങൾ നിൽക്കണമെന്ന അതിനോട് എനിക്ക് യോജിപ്പില്ല, അത് ഞാൻ തരൂല. നിങ്ങൾ സ്വർഗം ചോദിച്ചോളൂ, സെലി അൽ ജന്ന, സ്വർഗം ചോദിച്ചോളൂ, അത് ഞാൻ നൽകാം. നോക്കണം നിങ്ങൾ. മൂസാ നബിക്ക് തൗഹീദ് പഠിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയോ? മൂസാ നബി പറയുന്നത് സ്വർഗം ചോദിക്കൽ ശിർക്കാണെന്നല്ല, പിന്നെന്താ? നിങ്ങൾ സ്വർഗം ചോദിച്ചോളൂ, അത് കുഴപ്പമില്ല, പക്ഷെ സ്വർഗത്തിലെ ഉന്നതമായ അത്യുന്നതമായ പദവി അത് ചോദിക്കണ്ട. നമ്മളെ നബ്ബദാരിബി വന്ന് ആക്രോശിക്കുന്നുണ്ടോ? നബി തങ്ങളോട് സ്വർഗം ചോദിച്ച ഒരൊറ്റ സംഭവം കാണിച്ചു തരാമോ? കേരളത്തിലുള്ള സുന്നി പണ്ഡിതന്മാരെ മുഴുക്ക ഞാൻ വെല്ലുവിളിക്കുന്നു. ഒറ്റയ്ക്ക് റൂമിനടുത്ത് അങ്ങനെ വെല്ലുവിളിച്ചാൽ മതി, ഇതൊന്നും വിവരമുള്ളവരുടെ മുമ്പിൽ വില പോകൂല. മൂസാ നബി ആ സ്ത്രീയോട് വീണ്ടും തർക്കിച്ചു, നിങ്ങൾ അത് ചോദിക്കല്ലേ, ഇത് ചോദിച്ചു, സ്വർഗം ചോദിച്ചോളൂ തരാം, സ്വർഗത്തിലെ ഉന്നത സ്ഥാനം അത് വേണ്ട എന്നിങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞു. സ്ത്രീ പറയും, ഏയ് അതില്ല, എനിക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നിങ്ങൾ പറഞ്ഞ് കാണിച്ചത് തരുമോ? എന്നാ ഞാൻ ഖബർ കാണിച്ചു, അല്ലെങ്കിൽ ഞാൻ പോവാണ്, എനിക്ക് കൂടുതൽ സമയമില്ല. മഹദി അവരുകളെ ആ സ്ത്രീ കുറച്ച് ശക്തമായി പറഞ്ഞു. അപ്പൊ ഔഹല്ലാഹു ഇലൈഹി, അള്ളാഹു മൂസാ നബിയിലേക്ക് വഹയി അറിയിക്കുകയാണ്. എന്താ? അന്നാഴ്ച മൂസാ നബി നിങ്ങളോട് കൊടുത്തല്ലേ ആ സ്വർഗത്തിലെ ഉന്നത സ്ഥാനം, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുറവും പറ്റൂല. നോക്കണം നിങ്ങൾ ആ സ്ത്രീക്ക് നിങ്ങൾ സ്വർഗം കൊടുത്തോളൂ മൂസാ നബിയേ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി.
സ്വർഗം ചോദിച്ചോളൂ എന്നുള്ളത് ശിർക്കാണ് എന്നല്ല പറഞ്ഞത്. അത് സ്വർഗം കൊടുത്തളി, സ്വർഗം കൊടുത്തു എന്നല്ല, സ്വർഗത്തിലെ ഉന്നതമായ പദവി തന്നെ കൊടുത്തോളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുറവും പറ്റൂല. ഫൈൻഡൗല യുൻകിസുക ശൈഉൻ, അതുകൊണ്ട് ഒരു കുറവും പറ്റുകയില്ല. മൂസാ നബി ആ സ്ത്രീക്ക് സ്വർഗം കൊടുത്തു. പടച്ചോനെ, മുജാഹിദിന്റെ ശിർക്കകഥ തകർന്ന് തരിപ്പണമാകുന്നു. വല്ലപ്പോഴും ഇതാ അതിന് ഞങ്ങൾ കുഴിച്ചുകൂടിയിരിക്കുന്നു. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്വർഗം ചോദിച്ച സംഭവമുണ്ടോ? ശിർക്കാണെന്നാ പറഞ്ഞത്. ഇല്ല മൗലവി, മലാലത്തല്ല, ശിർക്കല്ല. സ്വർഗം ചോദിച്ചു. മൂസാ നബി ആ സ്ത്രീക്ക് സ്വർഗം കൊടുത്തു. കൊടുത്തപ്പോ വദല്ലതുഹു അലൽ ഖബരി, ആ സ്ത്രീ പറഞ്ഞു എന്താണ് ബോരിന്റെ ഒപ്പം ഇതാ മൂസാ നബി യൂസുഫ് നബിയുടെ ഖബർ ഇവിടെയാണ്, നിങ്ങൾ എന്താ ചായിക്കോളി, ഞാൻ പോവാണ് എന്ന് പറഞ്ഞു കാണിച്ചു കൊടുത്തു. ഇത് നോക്കണം നിങ്ങൾ. ലോക പ്രശസ്ത ഹദീസ് ഗ്രന്ഥം അൽ ജാമിഉൽ കബീർ എന്ന് പറയുന്ന ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി ഇമാമിന്റെ ഗ്രന്ഥമാണിത്. നിങ്ങൾ ചിന്തിക്കണം. അത് മാത്രമല്ല, കൻസുൽ ഉമ്മാനിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇതുണ്ട്. അപ്പൊ ആ ജാതി വെല്ലുവിളിക്കാണ് വെച്ചളി. അതൊക്കെ മുജാഹിദ് ആഫീസിലേക്ക് കാഹളം കെട്ടി ചോദിക്കുന്ന വെല്ലുവിളിയാണ്. സുന്നികളോട് ചോദിക്കേണ്ടതല്ല. ഞങ്ങൾ കിതാബിലുള്ളത് പറയുന്നവരാണ്, ഞങ്ങൾ പഠിച്ചു പറയുന്നവരാണ്. മുജാഹിദുകളോ വിവരമില്ലാത്ത ജാഹിലുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുവന്ന മൗലവിമാർ അവർ കുറെ കിതാബ്, ഞങ്ങൾ അത്, ഞങ്ങൾ ഇത്, ഞങ്ങൾ ആ കിതാബ് ഈ കിതാബ് എന്ന് പറയുകയല്ലാതെ ഇസ്ലാമിനെ കുറിച്ച് അവർക്കറിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച ഒരു വചനം ഞാൻ ഓർത്തുപോവുക. നിങ്ങൾ ഓർത്തു പോകണം, അല്ലാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കുന്നത് ശിർക്കാണെന്ന് പഠിപ്പിച്ചവർ ഹാഫിദ് ദുനിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി നിങ്ങൾക്കറിയാമോ? ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള മഹാവ്യക്തിത്വം. നിങ്ങൾക്കറിയോ? സഹീഹുൽ ബുഖാരിക്ക് വിശ്രുതമായ വ്യാഖ്യാന ഗ്രന്ഥം ഫത്ഹുൽ ബാരി രചിച്ചിട്ടുള്ള മഹാവ്യക്തിത്വം. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ നോക്കണം. ലബ്ബദാരിമി അടക്കമുള്ളവർ അല്ല, മുജാഹിദുകൾ, അദ്ദേഹത്തെ കൊണ്ടുവന്ന മുജാഹിദുകളും ശ്രദ്ധിച്ചോളൂ. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദുദ് ദുനിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് റസൂലുള്ളാഹിനെ വിളിച്ചു പറയുന്നു. എന്താണ് അവിടെന്ന് പറയുന്നത്? യാ സയ്യിദർ റസൂലില്ലദീ ഫാഖൽ വറാ ബഅസൻ സമാ കുല്ലൽ വുജൂദി വുജൂദാ. മുർസലുകളുടെ നേതാവായ നബിയേ, സൃഷ്ടികളിൽ അത്യുത്തമരായ നബിയേ, വഫാത്തായി ഖബറിൽ കിടക്കുന്ന നബി തങ്ങളെ വിളിച്ച് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് മുജാഹിദുകൾക്ക് കൂടി സ്വീകാര്യനാണ്. മുജാഹിദ് മൗലവിമാരുടെ ഗ്രന്ഥങ്ങളിൽ മുഴുക്കയും പേര് ഉദ്ധരിക്കാറുള്ള മഹാനാണ്. മഹാനവറുകൾ റസൂലുള്ളാഹിനെ വിളിച്ചു പറയുന്നു, ഹാദി വറാഅതു മുദ്നിബിൻ മുതമസ്സികി ബിവലായികും മിൻ യൗമി കാന വലീദാ. നബിയേ, ഞാനിതാ ദോഷം ചെയ്തിട്ടുള്ളവനാണ് നബിയേ, അങ്ങയുടെ പാശത്തെ മുറുകെ പിടിച്ചിട്ടുള്ളവനാണ് നബിയേ. അങ്ങനെയുള്ള ഞാനിതാ അങ്ങയോട് വളരെ വിനയ പുരസ്സരം തേടുന്നു നബിയേ. വളരെ വിനയാന്വിതനായി എനിക്ക് തേടാനുള്ളത് എന്താണ്? നബിയേ, ഈ പാവപ്പെട്ടവനായ ഞാൻ തങ്ങളോട് തേടുന്നത്, ആഗ്രഹിക്കുന്നത് എന്താണെന്നോ? നഈം എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് മരണത്തിന്റെ ശേഷം എനിക്ക് എത്തിപ്പെടണം നബിയേ. യർജൂ ബികൽ മഹ്യ സഈദ വബഅസഹു ബഅദൽ മമാതി ഇലൻ നഈമി ഷഹീദാ. അതുകൊണ്ട് ആ സ്വർഗത്തിൽ എനിക്ക് കടക്കണം നബിയേ.
ആരംഭ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ തേടുന്നു. അത് ശിർക്കാണെന്ന് ഓരി വെക്കുന്ന മൗലവിമാരെ, അത് പറയാൻ വേണ്ടി വിവരമില്ലാത്ത മൗലവിമാരെ ഇവിടേക്ക് വലിച്ചു കൊണ്ടുവന്ന മുജാഹിദുകളെ, ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി മുശ്രിക്കാണോ, അവര് കാഫിറായി പോയോ? അവർ നിർത്തുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു പറയുന്നു, ഈ ഗ്രന്ഥം സ്വന്തം ഗ്രന്ഥമാണ്, ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി രചിച്ച സ്വന്തം ഗ്രന്ഥമാണ്. അതിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ, നബിയല്ലാഹി യാ ഖൈറൽ ബറായാ ബിജാഹിക അത്തഖി ഫസിലൽ ഖദാഇ. അല്ലാഹുവിന്റെ പ്രവാചകനായ സൃഷ്ടികളിൽ അത്യുത്തമനായ നബിയേ, ബിജാഹിക അത്തഖി ഫസിലൽ ഖദാഇ. തങ്ങളുടെ മഹത്വം കൊണ്ട് ഖിയാമത്ത് നാളിലുള്ള പ്രയാസങ്ങൾ, വിഷമങ്ങൾ തീരൽ ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. മാത്രമല്ല വർജൂയാ കരീമുൽ അഫ്വ മിമ്മാ ജനതുഹു യദായ യാ റബ്ബൽ ഹിബായി. ഓ ഔദാര്യമായ നബിയേ, ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഒരുപാടുണ്ട് നബിയേ. തങ്ങളിൽ നിന്ന് ഞാൻ അഫുവിനെ വിടുതി ചെയ്യലിനെ ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. വഫാത്തായ നബി തങ്ങളെ വിളിച്ചുകൊണ്ടാണ് ഇത് തേടുന്നത്. അവസാനം മഹാൻ പറയുന്നു, നബിയേ, തങ്ങൾ നാളെ മഹ്ശറാ ലോകത്ത് എന്നെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ തങ്ങൾ എന്നെ തൊട്ട് തിരിഞ്ഞു കളയരുത് നബിയേ. പിന്നെന്തു വേണം? എന്നെ കാണുമ്പോ തങ്ങൾ പറയേണ്ടത് എന്താണെന്നോ, ഫഖുൽ യാ അഹ്മദ് ബിനു അലി ഇദ്ഹബ് ഇലാ ദാരിൻ നഈമി ബിലാ ശഖാഇ. മഹ്ശറാ ലോകത്ത് ഭയാനകമായ രംഗമാണ് നടക്കാൻ പോകുന്നത്. ആ നിമിഷത്തിൽ എന്നെ തങ്ങൾ കാണുമ്പോ നബിയേ, എന്നോട് തങ്ങൾ പറയണം നബിയേ, ഫഖുൽ യാ അഹ്മദ് ബിനു അലി ഇദ്ഹബ്. ഓ അഹ്മദ് ബിനു അലിയേ, ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ പേരാണ്. ഓ അഹ്മദേ, നീ ഇദ്ഹബ്, നീ പോകൂ, ഇലാ ദാരിൻ നഈമി ബിലാ ശഖാഇ. സ്വർഗത്തിന്റെ അനുഗ്രഹത്തിന്റെ കേദാരമായ സ്വർഗത്തിലേക്ക് പോകൂ അഹ്മദേ എന്ന് നബിയേ തങ്ങൾ എന്നോട് പറയണം നബിയേ. ഇതാണ് എനിക്ക് തേടാനുള്ളത്. ഹാഫിദു ദുനിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റസൂലുള്ളാഹിനെ വിളിച്ചു തേടുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി മുശ്രിക്കായോ, കാഫിറായോ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയോ? മഅദല്ലാഹ്, ഇത് പുറത്തുപോയെന്നും കാഫിറായെന്നും പറയാനല്ലേ ഇവിടെയുള്ള വിവരമില്ലാത്ത മൗലവിമാരെ കെട്ടിച്ചു കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ ഞങ്ങൾ അവരോട് പറയുന്നു, അവരെ കൊണ്ടുവന്നവരോട് പറയുന്നു, ഇല്ല ഇല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് മാപ്പില്ല, നിങ്ങൾക്ക് മാപ്പില്ല. ഇസ്ലാമിന്റെ പ്രസ്ഥാനത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ കാഫിറും മുശ്രിക്കുമാക്കാൻ, അവരെ മുബ്തദിയാക്കി ചിത്രീകരിക്കാൻ, അവരെ നരകത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി നിങ്ങൾ വിശുദ്ധരായ സാലിഹീങ്ങളുടെ വേഷം ഉപയോഗിച്ച് ഇവിടെ പിശാചിനെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ ഈ വല്ലപ്പുഴയുടെ പ്രദേശത്ത് വന്ന് ഇവിടെയുള്ള ആളുകളെ ഈ വസുവാസിലാക്കാനും അവർക്ക് പുകമറ സൃഷ്ടിക്കാനും വേണ്ടി നിങ്ങൾ ശ്രമിച്ചുവെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ ഹൗദുൽ കൗസർ കൊടുക്കുന്ന സന്ദർഭത്തിൽ, അത് വാങ്ങി കുടിക്കാൻ വേണ്ടി ചെല്ലുന്ന സന്ദർഭത്തിൽ മുബ്തദിഉകളായ ആളുകൾ, പുത്തൻ പ്രസ്ഥാനക്കാരായ ആളുകളാണോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ വെച്ച് ആട്ടുന്നു. ഫഅഖൂലു സുഹ്ഖൻ സുഹ്ഖാ, സുഹ്ഖൻ സുഹ്ഖാ, പോകൂ പോകൂ, പോടാ എന്റെ മുന്നിൽ നിന്ന് എന്ന് പറഞ്ഞ് ആട്ടുന്ന ദയനീയരായ ഒരു വിഭാഗത്തെ ആരംഭ റസൂലുള്ള പരിചയപ്പെടുത്തുന്നുണ്ട് സഹോദരന്മാരെ. ആ
വിഭാഗത്തിലാണ് ഇത്തരം ബിദ്അകൾ ഉൾപ്പെടുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചൊരു വചനം ഞാൻ ഓർത്തുപോകുന്നു. മസലുല്ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. അതെ, ഗ്രന്ഥങ്ങൾ, വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്ത് അതിലുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളാതെ ജീവിക്കുന്നവർ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത് ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാകുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ കൊണ്ടുവന്ന മൗലവിമാർ ഈ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെക്കാളും അതപ്പതിച്ച വർഗമാണ്. കാരണം കിതാബിലുള്ളത് മറിച്ചു നോക്കിയിട്ട് പോലുമില്ല, അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് മുസ്ലിമീങ്ങളെ കാഫിറും മുശ്രിക്കുമാക്കാൻ അവർ തയ്യാറായിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പരിപാടി അവസാനിപ്പിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അടുത്തു വന്ന് നമ്മൾ ഇത്രയും സമയം ദീർഘമായി നിന്നതാണ്. നമുക്ക് ദുആ ചെയ്യണം. ഈ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ വരുന്നു. അവർ ദജ്ജാലുകളാണ്, സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്ന ആളുകളാണ്. കല്ലാബൂൻ, കള്ളം നന്നായി പറയുന്നവരാണ്, അങ്ങേയറ്റം കള്ളം പറയുന്നവരാണ്. അവരെ തിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താണ്? റസൂലുള്ള പഠിപ്പിച്ചു, യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളും നിങ്ങളെ പിതാക്കളും കേൾവിയില്ലാത്ത പുതിയ പുതിയ ആശയങ്ങളാണ് അവർ കൊണ്ടുവരിക. ഫഇയ്യാകും വഇയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ അവരുടെ കെണിവരയിൽ പെട്ടുപോകരുത്. ലാ യുളില്ലൂനകും വലാ യഫ്തിനൂനകും, അവരുടെ ഫിത്നയിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുതെന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഏത് വിധത്തിലുള്ള വേഷം മാറി വന്ന മൗലവിമാരാണെങ്കിലും, സാക്ഷാൽ ഇബ്ലീസ് തന്നെ വല്ലപ്പുഴയിൽ വന്നാലും, ഇവിടെയുള്ള വിശ്വാസികളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നവരെ, പാരമ്പര്യ മുസ്ലിം വിശ്വാസികളെ, ഇതിൽ നിങ്ങൾ ആരും അകപ്പെട്ടു പോകരുത്. വിചിത്രവാദത്തിൽ, വിചിത്ര വേഷത്തിൽ ഇബ്ലീസ് ഇവിടെ വരുമെന്ന് നമുക്കറിയാം. അള്ളാഹുവിന്റെ റസൂല്, അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മളാരും അതിൽ പെട്ടുപോകരുത്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഖിയാമത്ത് നാൾ വരെ നമ്മെയും നമ്മുടെ സന്താന പരമ്പരകളെയും ബിദ്അത്തിനെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.